ഗുഡ് ഈവനിങ്. ഓക്കെ, ഗ്രേറ്റ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖാണോ എല്ലാവർക്കും? സുഖാണ്. ഓക്കെ, ഗുഡ്. ഓക്കെ, സോ ഓക്കെ, ഗ്രേറ്റ്, സന്തോഷം. സോ ഇന്നത്തെ മനോഹരമായിട്ടുള്ള ഒരു സെഷൻ നമ്മൾ ആരംഭിക്കുകയാണ്. സോ ഇന്നത്തെ സെഷൻ അറിയാനും പഠിക്കാനും വേണ്ടിയാണ് ഓരോരുത്തരും ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 5 സ്റ്റെപ്സ് ടു ഷൈൻ ഇൻ ദ ഫീൽഡ് ഓഫ് ട്രെയിനിങ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ടോപ്പിക്. എങ്ങനെ ഒരു ട്രെയിനിങ് ഫീൽഡിൽ നമുക്ക് മികച്ചു നിൽക്കാം, അതല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ നമുക്ക് തിളങ്ങാം എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ടോപ്പിക്കിന് ശ്രദ്ധിക്കാൻ, പഠിക്കാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാണോ? റെഡിയാണോ? ഒന്ന് ഒരു യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത ചാറ്റ് ബോക്സിൽ. യെസ്. ഓക്കെ, സോ 5 സ്റ്റെപ്സ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഞാൻ ഇന്ന് 5 സ്റ്റെപ്സ് അല്ല പറയാൻ പോകുന്നത്, അതിൽ കൂടുതൽ 2 സ്റ്റെപ്പ് കൂടി കൂടുതലാക്കി ഒരു 7 സ്റ്റെപ്പുകൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമുക്ക് Q&A സെഷൻ ഉണ്ടാകും. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഒരു ബോണസ് 2 പോയിന്റുകൾ ബോണസ് നിങ്ങൾക്ക് നൽകും. അതിനുശേഷമായിരിക്കും നമ്മൾ വിട്ടുപിരിയുക. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും തീർത്തിട്ടായിരിക്കും നമ്മൾ ഇന്ന് ഈ ഒരു സെഷൻ നമ്മൾ പൂർത്തിയാക്കുക. അപ്രോക്സിമേറ്റ്ലി 1 hour ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക്, പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഞാൻ കൃത്യമായി സ്വാഗതം ചെയ്യാണ്. സോ എന്നെ പരിചയമില്ലാത്ത ആളുകൾ ഈ ഒരു സെഷനിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പരിചയമുള്ള എൻ്റെ സ്റ്റുഡൻസ് ഇതിൽ ഓൾറെഡി ഉണ്ട്. സോ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്നെ പരിചയപ്പെടുത്താണ്. എൻ്റെ പേര് ഫൈസൽ എന്നാണ്. എൻ്റെ നാട് തൃശ്ശൂരാണ്. ചന്ദ്രാപിന്നി എന്നുള്ളതാണ് പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസ്. സോ ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു പാഷൻ മേഖല എന്ന് പറയുന്നത് ട്രെയിനിങ് ആണ്. അപ്പൊ ഇതിന്റെ ഭാഗമായി ഞാൻ ട്രെയിനിങ് മേഖലയിലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു അക്കാദമി ഉണ്ട് ഇവിടെ. കയ്പമംഗലം ചന്ദ്രാപിന്നിയാണ് സ്വദേശം. അവിടെ വ്യത്യസ്തമായിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, കൗൺസിലിംഗ്, കോച്ചിങ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നിർവഹിച്ചു പോരുകയാണ്. കൂടാതെ നമ്മളുടെ ഇതിന്റെ കീഴിലായിട്ട് നടത്തപ്പെടുന്ന ട്രെയിനേഴ്സ് ട്രെയിനിങ് നമ്മളിപ്പോൾ ഒരു 11 ബാച്ചുകൾ കംപ്ലീറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ 12ാമത്തെ ബാച്ച് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ട്രെയിനേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞ എൻ്റെ സ്റ്റുഡൻസ് ഇവിടെ ഓൾറെഡി ഉണ്ട്. ട്രെയിനിങ് കഴിഞ്ഞവർ ഒന്ന് എന്നൊന്ന് ടൈപ്പ് ചെയ്യാമോ? ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത ബാച്ച് നെക്സ്റ്റ് വീക്കിൽ മെയ് 5-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകൾ കവറപ്പ് ചെയ്തുകൊണ്ട് അവരെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ട്രെയിനിങ്ങിന്റെ ഏറ്റവും എല്ലാ മേഖലകളെയും നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ട്രെയിനിങ് കരിയറിൽ തിളങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നു. സോ ഇന്നത്തെ ഒരു സെഷനിലേക്ക് നമുക്ക് കടക്കാം. 5 സ്റ്റെപ്സ് ടു ഷൈൻ ഇൻ ദ ഫീൽഡ് ഓഫ് ട്രെയിനിങ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഇപ്പൊ പലപ്പോഴും പല കൂട്ടുകാരും നമ്മളുടെ ഈ ഒരു സെഷനിൽ പങ്കെടുക്കുന്നവർക്ക് പറ്റാവുന്നവരുണ്ടെങ്കിൽ വീഡിയോയിൽ ഒന്ന് വരിക. സോ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാൻ പറ്റും. സോ നമ്മൾ കഴിഞ്ഞ 2 സെഷനുകൾ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിൻബിൾ അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ അതിന്റെ റെക്കോർഡുകൾ അവൈലബിൾ ആണ്. ഒന്ന് എന്ന് പറയുന്നത് ബെനിഫിറ്റ്സ് ഓഫ് ട്രെയിനിങ് എന്നുള്ളതാണ്. അതായത് ഒരു ട്രെയിനർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള ഗുണം എന്നുള്ള ഒരു ടോപ്പിക് ആയിരുന്നു നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്തത്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് എങ്ങനെ ഒരു വെബിനാർ സംഘടിപ്പിക്കുന്ന സമയത്ത് നമുക്ക് എൻഗേജ് ചെയ്യിപ്പിക്കാം, ഓഡിയൻസിനെ നമുക്ക് എങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കാം എന്നുള്ള ഒരു ടോപ്പിക്കിൽ നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച ഒരു ടോപ്പിക് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ ബ്രേക്ക് ഔട്ട് റൂം ഒക്കെ പഠിച്ചു. സൂമിലെ ബ്രേക്ക് ഔട്ട് റൂം ഉൾപ്പെടെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന പോളിംഗ് അടക്കമുള്ള വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ കുറച്ചുകൂടി കടന്ന് എങ്ങനെ നമുക്ക് ഒരു ട്രെയിനിങ് ഫീൽഡിൽ നമുക്ക് എങ്ങനെ ഷൈൻ ചെയ്യാം,
വിശേഷിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഏതെങ്കിലും ഒരു ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മളുടെ ഫാമിലി മേഖലയിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമായിരിക്കാം, ഒരു പാരന്റിങ്ങുമായി റിലേറ്റ് ചെയ്ത ഒരു ട്രെയിനിങ് ആയിരിക്കാം, അതല്ലെങ്കിൽ തൊഴിൽ മേഖലയുമായിട്ട് ബിസിനസ്സുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രെയിനിങ് ആയിരിക്കാം, അതല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മേഖലയിൽ ഒരു ട്രെയിനിങ്. ഒരു ടീച്ചർ ആണെങ്കിൽ എങ്ങനെ അവിടെ ക്ലാസ് റൂമുകളെ മാനേജ് ചെയ്യണം, കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യും, ഇതിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാത്തവരുണ്ടാവില്ല. അങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ ഒരു പക്ഷേ നമ്മൾ ഓരോരുത്തരും ഇന്നത്തെ കാലത്ത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാത്ത ഒരു മനുഷ്യന്മാരും ഇല്ല എന്ന് പറയാം. അപ്പൊ അത്രക്കധികം ഓരോ മനുഷ്യന്മാർക്കും ട്രെയിനിങ്ങും കോച്ചിങ്ങും മെന്ററിങ്ങും ആവശ്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും നിലനിൽക്കുന്നത്. അപ്പൊ എത്ര ട്രെയിനർമാരാണോ വരാൻ ആഗ്രഹിക്കുന്നത് അവർക്കൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് പലപ്പോഴും ട്രെയിനർമാർക്ക് അവസരങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതൊരു ചോദ്യമാണ്. അതല്ലെങ്കിൽ ഞാൻ ട്രെയിനേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞല്ലോ, എന്നിട്ടും എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകും. അപ്പൊ അവിടെ നമുക്ക് എവിടെയാണ് നമ്മുടെ പ്രശ്നം, എവിടെയാണ് നമ്മുടെ പ്രശ്നം കിടക്കുന്നത്? ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് എന്നെ ട്രെയിനിങ് എടുക്കാൻ വിളിക്കുന്നില്ല? ഞാൻ കുറെ നാളായി ഇവിടെ ട്രെയിനർ ആയിട്ട് ഇരിക്കുന്നു, പക്ഷെ എന്നെ ആരും വിളിക്കുന്നില്ലല്ലോ എന്ന ഒരു ചിന്താഗതി ഓരോരുത്തർക്കും ഉണ്ടാകും. അപ്പോ എങ്ങനെ നമുക്ക് അത് കണ്ടെത്താം? അപ്പോ അതിനെ നമുക്ക് നമ്മളിലേക്ക് വരുന്ന എൻക്വയറീസിനെ കൂട്ടണം. അതിനെ ട്രാഫിക് എന്നാണ് നമ്മൾ പറയുക. ട്രാഫിക് ഉണ്ടാകണം. അതായത് നമ്മളുടെ ഏരിയയിൽ, നമ്മളുടെ ചുറ്റുപാടിൽ ട്രാഫിക് ഉണ്ടാക്കണം നമുക്ക്. ട്രാഫിക് എന്ന് പറയുന്നത് എന്താണ്? ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത ഭാഗങ്ങളിൽ വരുന്ന വാഹനങ്ങളൊക്കെ വന്നിട്ട് ആ സിഗ്നലിന്റെ അവിടെ വന്ന് ഇങ്ങനെ ട്രാഫിക് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള കോളുകൾ വന്ന് നമ്മളുടെ നേരെ ഇങ്ങനെ വന്ന് നിൽക്കണം. അപ്പൊ ഒരു ട്രാഫിക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം. അപ്പൊ ട്രാഫിക് അതല്ലെങ്കിൽ എൻക്വയറി ഉണ്ടാക്കുമ്പോഴാണ് അവിടെ കൺവേർഷൻ നടക്കുക, അല്ലെ? ട്രാഫിക് അതല്ലെങ്കിൽ എൻക്വയറി നടക്കുന്ന സമയത്ത് അവിടെ കൺവേർഷൻ അതല്ലെങ്കിൽ സെയിൽസ് നടക്കണം. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അപ്പോ നമുക്ക് എൻക്വയറീസ് വരുന്നുണ്ടോ, അതല്ലെങ്കിൽ ആ എൻക്വയറീസിനെ സെയിൽസിലേക്ക്, അതല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളാണ് ട്രെയിനിങ് എടുക്കാൻ പോകുന്നത്, നമ്മൾ ആണ് ഇവിടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു റിമോട്ട് വിൽക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റ് റിമോട്ട് ആണ് എന്ന് പറയാം. എന്നാൽ ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരുമാണ് പ്രൊഡക്റ്റ്. അപ്പോ നമ്മൾ സെയിൽ ആവുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അതിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ നിലവിൽ ട്രെയിനർമാരായിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് ടി എന്ന് ടൈപ്പ് ചെയ്തേ. ട്രെയിനർമാരായിട്ടുള്ള എല്ലാവരും ഒന്ന് ടി എന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് കാണട്ടെ എത്ര ട്രെയിനർമാർ ഇവിടെ ഉണ്ട് എന്ന് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ട്രെയിനർമാരായിട്ടുള്ള അല്ലെങ്കിൽ ട്രെയിനേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള എല്ലാവരും ഒരു ടി, അതല്ലെങ്കിൽ ഇനി ട്രെയിനർ ആവാൻ കൊതിച്ചു നിൽക്കുന്ന, ട്രെയിനിങ്ങിലേക്ക് കയറാൻ നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് ടിയാ. ഓക്കെ, എല്ലാവരും ടി എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ലാലി ഉണ്ട്, ശ്രീജ മാം ഉണ്ട്, സജ്ന, ഷഫീദ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാവരും ട്രെയിനേഴ്സ് തന്നെയാണ്. സോ ശില മോഹൻ, ഓക്കെ, ഗ്രേറ്റ്, സൂപ്പർബ്. എന്തായാലും സന്തോഷം, വളരെയധികം സന്തോഷം. നിങ്ങൾ റിപ്ലൈ ചെയ്തതിലുള്ള അതിയായ സന്തോഷം അറിയിക്കുകയാണ്. നിയാസ് കണ്ണൂർ, ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, അപ്പോ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ട്രെയിനിങ്ങിലേക്ക് വരുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഫൈൻഡ് യുവർ നിഷ് മാർക്കറ്റ് എന്നുള്ളത്. ഫൈൻഡ് യുവർ നിഷ് മാർക്കറ്റ്. നിങ്ങളിൽ ഓരോരുത്തരും ഈ നിഷ് മാർക്കറ്റ് കണ്ടെത്തിയവരുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിഷ് മാർക്കറ്റ് ഏതാണ്? നിങ്ങളുടെ നിഷ് മാർക്കറ്റ്, ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നിഷ് മാർക്കറ്റ് ഏതാണ്? ഒന്ന് ടൈപ്പ് ചെയ്യാമോ? നിങ്ങൾ ഓരോരുത്തരും ട്രെയിനർ ആണ് എന്ന് പറഞ്ഞു. നിങ്ങളുടെ ട്രെയിനിങ് മേഖലയിലെ നിഷ് മാർക്കറ്റ് ഏതാണ്? അങ്ങനെ നിഷ് മാർക്കറ്റ് കണ്ടെത്തിയിട്ടുള്ളവര് ഒന്ന് ആ ഒരു മാർക്കറ്റിന്റെ പേര് ഒന്ന് ടൈപ്പ് ചെയ്യുക. ഹാപ്പിനെസ് ബൈ ലോഫിംഗ് വെൽനെസ്. ഓക്കെ, ഗ്രേറ്റ്, സൂപ്പർ. ഓക്കെ, അപ്പോ ഒരുപക്ഷെ കുറെ ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകും, എന്താണ് നിഷ് മാർക്കറ്റ് എന്നുള്ളത്.
എന്താണ് ഈ നിഷ് മാർക്കറ്റ്? ഷഫീദ സൂനം പാരന്റിങ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് ആളുകൾക്കൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാകും ഇതെന്താണ് സംഭവം. ചില പ്രഗ്നൻസി ഹെൽത്ത്, ഓക്കെ. പ്രൊജക്ട് മാനേജ്മെന്റ് ഇൻ മലയാളം, ഓക്കെ, ഗ്രേറ്റ്, സൂപ്പർ. ഓക്കെ, അപ്പോ സ്റ്റുഡൻസ് മോട്ടിവേഷൻ, ഓക്കെ, ഗുഡ്. ഓക്കെ, കുറെ ആളുകൾ ഇങ്ങനെ നിഷ് മാർക്കറ്റ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാകും. ദർ ഈസ് എ മാസ് മാർക്കറ്റ്. ലാലി ബിസ്മിൽ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, ദർ ഈസ് എ മാസ് മാർക്കറ്റ്. ഓക്കെ, മാസ് മാർക്കറ്റ് എന്ന് പറയുന്ന സംബന്ധിച്ചിടത്തോളം വൈഡർ ഓഡിയൻസ് ആണ്. ഓക്കെ, വൈഡർ ഓഡിയൻസ് ആണ് മാസ് മാർക്കറ്റ് എന്ന് പറയുന്ന സമയത്ത്. എന്നാൽ നിഷ് മാർക്കറ്റ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു സ്മോൾ സെഗ്മെന്റ് മാത്രമാണ്, ഒരു സ്മോൾ ഓഡിയൻസ് മാത്രമാണ് നമ്മൾ ലക്ഷ്യം വെക്കുക. അപ്പോ എന്തുകൊണ്ടാണ് ഒരു വൈഡർ ഓഡിയൻസിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഒരു സ്മോൾ ഏരിയ അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ വൈഡർ ഓഡിയൻസിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ട്രെയിനിങ് ഒക്കെ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യം. അപ്പോ ഇവിടെ നമ്മളിപ്പോ പ്രഗ്നൻസി ഹെൽത്ത് എന്നൊരാൾ പറഞ്ഞു, അതല്ലെങ്കിൽ പാരന്റിങ് എന്നൊരാൾ പറഞ്ഞു, അല്ലെ? പാരന്റിങ് എന്ന് പറയുമ്പോൾ തന്നെ, അതല്ലെങ്കിൽ പ്രഗ്നൻസി ഹെൽത്ത് ആയിക്കോട്ടെ, സ്റ്റുഡൻസ് മോട്ടിവേഷൻ ആയിക്കോട്ടെ, സെക്ഷുവാലിറ്റി ആയിക്കോട്ടെ, ഇവിടെ അതിൽ പോലും നമുക്ക് കുറച്ചുകൂടി സ്മോളർ ഓഡിയൻസിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതെങ്ങനെയാണ്? ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു യോഗ ട്രെയിനർ ആണെങ്കിൽ അവര് ഒരു യോഗ ട്രെയിനർക്ക് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും പഠിപ്പിക്കാൻ കഴിയും, ട്രെയിനിങ് എടുക്കാം. അപ്പൊ ഒരു ലേഡി ട്രെയിനർ ഉദ്ദേശിക്കുകയാണ് ഐ ആം സ്പെഷ്യലി ഫോക്കസിങ് ഓൺ വുമൻ. അപ്പൊ അവര് എന്താണ്, വുമൻ മാത്രം അവർ ഫോക്കസ് ചെയ്യാണ്. ഇനി നേരത്തെ ഇവിടെ പ്രഗ്നൻസി ഹെൽത്ത് പറഞ്ഞ പോലെ തന്നെ ഈ യോഗ ട്രെയിനർക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഫോക്കസ് ചെയ്യാം, ഞാൻ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിന് മാത്രമേ യോഗ കൊടുക്കുള്ളൂ, ഞാൻ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിന് മാത്രമേ ഞാൻ യോഗ കൊടുക്കുള്ളൂ. ഇനി വേണമെങ്കിൽ വീണ്ടും കുറച്ചുകൂടി അവർക്ക് ഫോക്കസ് ചെയ്യാം, ഞാൻ 5 മന്ത്സ് കഴിഞ്ഞിട്ടുള്ള പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ ഫോക്കസ്ഡ് ആകുമ്പോൾ നമ്മൾ ഓരോ ഇപ്പൊ പാരന്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് എല്ലാ തരം പാരന്റിങ്ങും ഞാൻ കൊടുക്കില്ല. അതിന് പകരം ഞാൻ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് ഏത് മേഖല, ആ പാരന്റിങ്ങിൽ തന്നെ ഏത് മേഖല ഞാൻ കൊടുക്കണം. സ്റ്റുഡൻസ് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഏത് ടൈപ്പ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന സമയത്ത് എവിടെയാണ്? LKG മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റുഡൻസ്, അല്ലെ? അവിടെ നിന്ന് അങ്ങോട്ട് മാസ്റ്റേഴ്സ് PhD പഠിക്കുന്നവരൊക്കെ സ്റ്റുഡൻസ് ആണ്. അപ്പൊ ഇതിൽ ഏത് സ്റ്റുഡൻസിനാണ് നമ്മൾ കൊടുക്കുന്നത്? ഞാൻ ഫോക്കസ് ചെയ്യുക. ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്, ബി എ മാസ്റ്റർ. ഫോക്കസ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കൊരു മാസ്റ്റർ ആകാൻ സാധിക്കുക, അല്ലെ? ഇതില് എത്ര പേര് PG ചെയ്തവരുണ്ട്? PG പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത ആളുകൾ എത്ര പേരുണ്ട്? 1 എന്ന് ടൈപ്പ് ചെയ്യാമോ? 1 എന്ന് ടൈപ്പ് ചെയ്യാമോ? പോസ്റ്റ് ഗ്രാജുവേഷൻ. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അതിനുശേഷം +2 ചെയ്യുന്നു, അതിനുശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഗ്രി ചെയ്യുന്നു, അതിനുശേഷമാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ വരുന്നത്. പോസ്റ്റ് ഗ്രാജുവേഷന് മറ്റൊരു പേര് കൊണ്ട് മാസ്റ്റർ, അല്ലെ? മാസ്റ്റേഴ്സ് ഡിഗ്രി എന്നാണ് പറയുക പോസ്റ്റ് ഗ്രാജുവേഷൻ. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അതായത് സ്പെഷ്യലൈസേഷൻ ആണ്, അല്ലെ? 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മൾ ഫിസിക്സും ബയോളജിയും കെമിസ്ട്രിയും കമ്പ്യൂട്ടറും ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. എന്നാൽ +2 വരുമ്പോൾ എങ്ങനെയാണ്? അവിടെ ചിലപ്പോൾ ബയോളജി സയൻസ് ആയിരിക്കും, കമ്പ്യൂട്ടർ ആയിരിക്കും. ഡിഗ്രിക്ക് വരുന്ന സമയത്ത് അവിടെ ഏതെങ്കിലും ഒന്ന് മാത്രമാണ് എടുക്കുന്നത്. മാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ അവിടെ വീണ്ടും സ്പെഷ്യലൈസേഷൻ വരികയാണ്. സൈക്കോളജിക്ക് എടുക്കുന്ന സമയത്ത്, PG എടുക്കുന്ന സമയത്ത് ക്ലിനിക്കൽ സൈക്കോളജി, ഇൻഡസ്ട്രിയൽ സൈക്കോളജി, ഫോറൻസിക് സൈക്കോളജി,
അതല്ലെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജി, ഏതെങ്കിലും ഒരു എലമെന്റിൽ നമ്മൾ മാസ്റ്റർ ആവുക എന്നുള്ളതാണ്. ഇപ്പൊ PG ചെയ്ത കുറെ ആളുകളോട് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. സോ മാസ്റ്റർ ആകാൻ പറ്റുക എന്നുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രഗ്നൻസി വുമൻസിന് യോഗ കൊടുക്കണമെങ്കിൽ അതിൽ കുറെ കൂടി കാര്യങ്ങൾ അറിയാനുണ്ട്. വെറുതെ പോയിട്ട് ചിലപ്പോൾ ഒരു യോഗ ട്രെയിനർക്ക് ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു വുമണിന് ചിലപ്പോൾ ട്രെയിനിങ് കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. മറിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം. അപ്പൊ അതിന് എങ്ങനെ പ്രഗ്നൻസി ഉണ്ടാകുന്നു, പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെ റിലീഫ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇവിടെ മസിൽസിനെ കുറിച്ച് പഠിക്കേണ്ടി വരും. അങ്ങനെ കുറെ കൂടി മാസ്റ്റർ ആകുമ്പോഴാണ് അതിലൊന്ന് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുക. മൈൻഡ് ട്രെയിനർമാർ കുറെ ഉണ്ട്. നിങ്ങൾ മൈൻഡ് ട്രെയിനിങ്ങിൽ തന്നെ ഏത് ഏരിയ, നിങ്ങൾ സ്റ്റുഡൻസിനെയാണോ ഫോക്കസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞവരെയാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾ വുമൻസിനെയാണോ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾ ഓൺട്രപ്രണേഴ്സിനെയാണോ ഫോക്കസ് ചെയ്യുന്നത്, ഇങ്ങനെ തുടങ്ങി മൈൻഡ് ട്രെയിനേഴ്സിനും ഫോക്കസ് കൊടുക്കാം. അങ്ങനെ ഓരോരുത്തർക്കും ഫോക്കസ് ചെയ്യുമ്പോൾ മാത്രമാണ് മാസ്റ്റർ ആകാൻ സാധിക്കുകയുള്ളൂ. അപ്പോ മാസ്റ്റർ ആകണമെങ്കിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം മാസ്റ്റർ ആകില്ല. വെറുതെ ഞാൻ ഇരുന്നിട്ട് ഓക്കെ ഞാൻ ഫോക്കസ് ചെയ്യുന്നു, അതോടുകൂടി മാസ്റ്റർ ആകൂല. മറിച്ച് എന്താണ്, നേരത്തെ പറഞ്ഞ നിഷ് മാർക്കറ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതോടൊപ്പം തന്നെ മാസ്റ്റർ ആകാൻ വേണ്ടി നമ്മൾ നിരന്തരം അതില് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കണം. അല്ലെ? മാർക്കറ്റുകൾ മാറിക്കൊണ്ടിരിക്കുന്നു, ട്രെയിനിങ്ങിന്റെ മെത്തഡോളജികൾ മാറിക്കൊണ്ടിരിക്കുന്നു, ആളുകളുടെ ആറ്റിറ്റ്യൂഡുകൾ മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെ? ബിസിനസിന്റെ ശൈലികൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ പണ്ട് കാലത്ത് ഒരു 10 വർഷം മുമ്പ് പഠിച്ചു വെച്ച് തന്നെ ഇപ്പോഴും പറഞ്ഞു വെക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ നടക്കൂല. സോ ഈ രണ്ടാമത്തെ പോയിന്റ് ആയിട്ടുള്ള BA മാസ്റ്റർ എന്നിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ പഠിച്ചതിനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ ഈവൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ പുസ്തകം എന്നാണ് ഉണ്ടാക്കിയത്, ഞാനിപ്പോ ഈ അടുത്ത് സൈക്കോളജിയിൽ ഞാൻ എന്റെ PG ചെയ്യുന്ന സമയത്ത് ഞാൻ വെറുതെ ഒന്ന് എടുത്തു നോക്കിയാണ് ഈ പുസ്തകം എന്നാണ് അച്ചടിച്ചത്. അപ്പോൾ ഏകദേശം ഒരു 10 വർഷം മുമ്പ് അച്ചടിച്ച അല്ലെങ്കിൽ 10 വർഷം മുമ്പ് ഏകദേശം തയ്യാറാക്കിയ പുസ്തകങ്ങളാണ് ഇപ്പോഴും PGക്കൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനുശേഷം എത്രയോ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടുണ്ടാകും, എത്രയോ പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോ ഇതൊന്നും ഒരുപക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല, എന്നാൽ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ PG കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയും. സോ സെൽഫ് ലേണിംഗ് എന്നുള്ളത് ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ടീച്ചിങ്ങിൽ നമ്മൾ പഠിപ്പിക്കുകയാണ്, എന്നാൽ സെൽഫ് ലേണിംഗിൽ നമ്മൾ സ്വയം പഠിക്കുകയാണ്. അപ്പോ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മേഖലയിൽ മാസ്റ്റർ ആകുന്നതിന് വേണ്ടി നിരന്തരം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, സെൽഫ് ലേണിംഗ് ചെയ്യുക. അല്ലെ? ഇന്നത്തെ കാലത്ത് സെൽഫ് ലേണിംഗ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. ഇപ്പൊ നമുക്കറിയാം കോഴ്സറ പോലെയുള്ള അല്ലെങ്കിൽ ഉഡുമി പോലെയുള്ള ഒരുപാട് സൈറ്റുകളിൽ നമുക്ക് ചെറിയ എമൗണ്ടുകൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലുള്ള ഒത്തിരി ട്രെയിനിങ്ങുകൾ അതല്ലെങ്കിൽ നോളജുകൾ നമുക്ക് കരസ്ഥമാക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത്തരം സാധ്യതകളെ നന്നായി ഉപയോഗപ്പെടുത്തുക, റീഡിങ് ചെയ്യുക, പുസ്തകങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മേഖലയിലുള്ള പുസ്തകങ്ങൾ നന്നായിട്ട് വായിക്കുക, വീഡിയോസ് ഒക്കെ കാണുക, അങ്ങനെ തുടങ്ങി നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളൊരു ട്രെയിനർ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരു ടോപ്പിക്കിൽ ഇന്ന് നിങ്ങൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അടുത്ത ഒരാഴ്ച നിങ്ങൾ അതേ ടോപ്പിക്കിൽ നിങ്ങളെ ക്ലാസ് എടുക്കാൻ വിളിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പറയരുത്. മറിച്ച് നിങ്ങൾ അതിലൊരു 20%, 25% കൂടുതൽ ഒരു പുതിയ അറിവ് നിങ്ങൾ അവിടെ പറഞ്ഞു വെക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഓഡിയൻസ് ഡിഫറെന്റ് ആണ്, പക്ഷേ ടോപ്പിക് ഒന്നാണെങ്കിലും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ റിസർച്ച് ചെയ്ത് പുതിയ കുറച്ച് കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം നിങ്ങൾ പറയേണ്ടത്. അപ്പോഴേ നിങ്ങൾക്ക് ഒരു ആത്മസംതൃപ്തി ഉണ്ടാവുള്ളൂ. നിങ്ങൾ പറഞ്ഞത് തന്നെ കാലങ്ങളോളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, നിങ്ങൾക്ക് അതിൽ ഒരു ആത്മസംതൃപ്തിയും കിട്ടില്ല. ഇന്ന് പറഞ്ഞത് തന്നെ അടുത്ത ആഴ്ചയും പറയുന്നു, അടുത്ത ഒരു വർഷം കഴിഞ്ഞിട്ട് പറയുന്നു, അതേപോലെ തന്നെ കാലങ്ങളോളം ഇതന്നെ പറയുകയാണെങ്കിൽ നിങ്ങളെ കേട്ടിരിക്കുന്നവർക്കും താല്പര്യം ഉണ്ടാവില്ല, മറിച്ച് നിങ്ങൾക്കും തന്നെ എന്തുണ്ടാവും, ഒരു മടുപ്പുണ്ടാവും. സോ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരേ ടോപ്പിക് ആണെങ്കിൽ പോലും നിങ്ങൾ എപ്പോഴും അതിൽ ഒരു 20% കൂടുതലായിട്ട്
അപ്ഡേറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ BA മാസ്റ്റർ എന്ന് പറഞ്ഞെങ്കിൽ കൂടി മാസ്റ്റർ ആയാലേ ഞാൻ ട്രെയിനിങ് തുടങ്ങൂ എന്ന് ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചില ആളുകളുണ്ട്. ട്രെയിനിങ് തുടങ്ങുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇല്ല സാറേ ഞാൻ ഇപ്പോഴും ആയിട്ടില്ല, കുറച്ചും കൂടി പഠിക്കാനുണ്ട് എന്ന് പറയും. അങ്ങനെ കുറെ നാൾ കഴിയുമ്പോൾ പറയും, സാറേ കുറച്ചും കൂടി ഉണ്ട്, ഇപ്പൊ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട്. അങ്ങനെ ഇവരിങ്ങനെ കുറച്ചും കൂടി എന്ന് പറഞ്ഞ് ഏകദേശം ഇവര് തുടങ്ങാതെ ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പോ ദ ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട് എ ട്രെയിനിങ് എന്നുള്ളത് നൗ എന്നുള്ളതാണ് അർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരു വിഷയത്തിലും നിങ്ങൾക്ക് മാസ്റ്റർ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പെർഫെക്ഷനിസ്റ്റ് ആവാൻ പറ്റില്ല. പെർഫെക്ഷൻ അല്ലെ, അതാണ് നമ്മൾ എപ്പോഴും കില്ല് ചെയ്യുന്ന ഒരു സാധനം. പെർഫെക്ഷൻ എന്നുള്ള ഒരു സാധനം ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പൊ മാസ്റ്റർ എന്ന ഒരു കാര്യത്തിൽ വരുമ്പോൾ തന്നെ ഒരു വിഷയത്തിൽ അന്തിമ തീരുമാനം പറയുന്ന ഒരാൾ എന്നുള്ളത് ലോകത്തില്ല. അല്ലെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഏതൊരു തിയറി എടുത്തു കഴിഞ്ഞാലും ആ തിയറിക്ക് ഒപ്പോസിഷൻ ചെയ്യാൻ വേറൊരാൾ ഉണ്ടാവും, വേറൊരു സയന്റിസ്റ്റ് ഉണ്ടാവും അല്ലെ. എപ്പോഴും നിങ്ങൾ നോക്കിക്കോ, ഒരു തിയറി പഠിക്കും, എന്നിട്ട് ആ തിയറിയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് അതല്ലെങ്കിൽ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു വരും. അതല്ലെങ്കിൽ ഈ തിയറിയെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഇന്നയാൾ കടന്നു വന്നിരിക്കുന്നു എന്ന് പറയും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാസ്റ്റർ ഞാൻ ഏറ്റവും അതിന്റെ അവസാന വാക്കാവുന്നത് വരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടേ ഞാൻ തുടങ്ങുമെന്ന് വിചാരിക്കേണ്ട. ഇങ്ങനെ അങ്ങനെ തുടങ്ങി മുന്നോട്ട് പോകുമ്പോൾ കൂടിയാണ് നമ്മൾ മാസ്റ്റർ ആവുക. സോ നമ്മൾ പറഞ്ഞു BA മാസ്റ്റർ എന്നുള്ളതിലേക്ക് നമ്മൾ എത്തണം. സോ ഡോണ്ട് വെയിറ്റ് ഫോർ ദ പെർഫെക്ഷൻ, ജസ്റ്റ് സ്റ്റാർട്ട്. നിങ്ങൾക്ക് എന്താണോ അറിവുള്ളത് അത് വെച്ച് നിങ്ങൾ തുടങ്ങുക, പിന്നീട് നിങ്ങൾ അതിൽ മാസ്റ്റർ ആയിട്ട് തീരും എന്നുള്ളതാണ്. സോ ആ രൂപത്തിൽ നമ്മളുടെ മേഖല. അപ്പൊ ഫസ്റ്റ് എന്താണ് നമ്മൾ പറഞ്ഞു വെച്ചത്? ഫൈൻഡ് യുവർ നിഷ് മാർക്കറ്റ്. നിഷ് മാർക്കറ്റ് കണ്ടെത്തുക ആൻഡ് BA മാസ്റ്റർ അല്ലെ. ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ പറയൂലേ അല്ലെ, ഇന്ന ന്യൂറോളജിസ്റ്റിന്റെ അടുത്ത് പോയിക്കോളൂ എന്നാ പറയാ. അല്ലെങ്കിൽ ഇന്ന യൂറോളജിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ENT ഉണ്ട്, ആളെടുത്ത് പോയിക്കോ. സ്പെഷ്യലൈസേഷൻ ആണ് MBBSൽ സ്പെഷ്യലൈസേഷൻ അല്ലെ. ഓരോ മേഖലയിൽ അവരെന്താണ്, അവർക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. സോ അതാണ് നമ്മുടെ നിഷ് മാർക്കറ്റും അതേപോലെ തന്നെ അതിലും മാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഈ രണ്ട് മേഖലകളും നിങ്ങൾ നോക്കിയതിന് ശേഷം ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ചെയ്തു. ഓക്കെ, നിഷ് മാർക്കറ്റ് കണ്ടെത്തി, നമ്മൾ അതിൽ മാസ്റ്റർ ആവാൻ വേണ്ടി സെൽഫ് ലേണിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഒരു മനുഷ്യനും നമ്മളെ വിളിക്കുന്നില്ല. ഒരു മനുഷ്യനും എന്ത് ചെയ്യുന്നില്ല, നമ്മളെ വിളിക്കുന്നില്ല. അപ്പൊ എന്താ വിളിക്കാത്തെ? എല്ലാവരോടും വിഷമം. എന്താ നിങ്ങൾ സ്കൂളിൽ ഞങ്ങളെ വിളിക്കാത്തെ? ഞാനൊരു ട്രെയിനർ അല്ല, എന്താ നിങ്ങൾ എന്നെ വിളിക്കാത്തെന്നാണ് അവരോട് ചോദിക്കുന്നില്ല, മനസ്സിൽ തോന്നാണ് എന്നൊക്കെ ഞങ്ങളെ വിളിച്ചുകൂടെ എന്നുള്ളതാണ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മൾ ടോട്ടൽ പോപ്പുലേഷൻ എടുക്കുന്ന സമയത്ത് അല്ലെ, ടോട്ടൽ പോപ്പുലേഷൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഇംഗ്ലീഷിൽ ട്രെയിനിങ് എടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇംഗ്ലീഷിൽ ട്രെയിനിങ് എടുക്കുന്ന ആരെങ്കിലും? ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിങ്ങൾ ട്രെയിനിങ് എടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേൾഡ് വൈഡ് ഓഡിയൻസ് ആണ്. ഇംഗ്ലീഷിൽ ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് ഓഡിയൻസ് ആണ്. അപ്പോ അല്ലെ, വേൾഡ് വൈഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന സമയത്ത് 800 കോടി മനുഷ്യന്മാരുണ്ട്. എന്നാൽ നിങ്ങൾ മലയാളികളെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, മലയാളം കേരള പോപ്പുലേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 3 കോടി അല്ലെങ്കിൽ 3.5 കോടി ജനങ്ങളാണ്. അപ്പൊ മലയാളികളാണ്, മലയാളി ട്രെയിനേഴ്സ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മലയാളി ട്രെയിനേഴ്സിനുള്ള ഓഡിയൻസ് 3.5 കോടി ജനങ്ങളാണ്, അല്ലെങ്കിൽ 3 കോടിയാണെന്ന് കൂട്ടാം. നിങ്ങളൊരു ഇംഗ്ലീഷ് ട്രെയിനർ ആകുകയാണെങ്കിൽ, എന്നാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ട്രെയിനർ അല്ല കേട്ടോ, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ട്രെയിനർ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. മറിച്ച് എന്താണ്, ഇപ്പോ ലാലി ബിസ്മിൽ സെക്സ് എഡ്യൂക്കേറ്റർ ആണെങ്കിൽ, ലാലി ബിസ്മിൽ ഇപ്പൊ മലയാളികൾക്ക് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ലാലി എന്ത് ചെയ്തു, അത് ഇംഗ്ലീഷിൽ കൂടി ആക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ വേൾഡ് വൈഡ്, ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ഓഡിയൻസിനെയും ആർക്ക് കിട്ടും? ലാലിക്ക് കിട്ടും. അപ്പൊ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 266% മോർ ദാൻ കേരള എന്നുള്ളതാണ്. 266% കൂടുതൽ ഓഡിയൻസിന് ആർക്ക് കിട്ടും? ലാലിക്ക് കിട്ടും. അപ്പോ നമ്മളെല്ലാവരും അങ്ങനെ കൂടി ചിന്തിക്കേണ്ട ആളുകളാണ് കേട്ടോ. സോ അവിടെ പറഞ്ഞു, അപ്പൊ 3 കോടി ജനങ്ങളാണ് ഇപ്പൊ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതില് കുറെ ആളുകൾ ചിലപ്പോ പിന്നെ കുട്ടികൾ ഉണ്ടാകാം, അതേപോലെ തന്നെ കുറെ കൂടി ഏജ്ഡ് ആയിട്ടുള്ള. അപ്പൊ അതൊന്നും നമുക്ക് മാറ്റാം. ആകെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10% നമുക്ക് എടുക്കാം. അപ്പോൾ തന്നെ നമുക്കൊരു 30 ലക്ഷം ആളുകൾ വന്നു.
നമ്മളെ ശരിക്കും എത്ര പേർക്ക് അറിയാം? നമ്മൾ എന്ന ട്രെയിനറെ എത്ര പേർക്ക് അറിയാൻ പറ്റും? നമ്മൾ എന്ന ട്രെയിനർ അതല്ലെങ്കിൽ നമ്മൾ എന്ന പ്രൊഡക്റ്റ് അല്ലെ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മളെയാണ് മേടിക്കുന്നത് ആള്. ഒരു സ്കൂളിലേക്ക് ട്രെയിനിങ് എടുക്കാൻ വിളിക്കുന്ന സമയത്ത് ആ സ്കൂളുകാർ നമ്മളെ മേടിക്കുകയാണ്. കുറച്ച് സമയത്തേക്ക് നമ്മളെ മേടിക്കുകയാണ്. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ നിങ്ങൾ വായോ, നിങ്ങൾ ക്ലാസ് എടുത്ത് പോവാ. അപ്പൊ നമ്മളെ മേടിക്കുകയാണ്. അതേപോലെ ചിലപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് നമ്മളെ മേടിക്കുകയായിരിക്കും. അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവരെയും നമ്മൾ മേടിക്കുകയാണ്. അപ്പോ ഇവര് നമ്മൾ എന്ന പ്രൊഡക്റ്റിനെ മേടിക്കണമെങ്കിൽ ഇവർക്ക് നമ്മളെ അറിയണമല്ലോ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മളെ എത്ര പേർക്ക് അറിയാൻ പറ്റും? 1000 പേര്, 5000 പേര്, 10000, 50000, 100,000? എത്ര പേര് അറിയുന്നുണ്ടാവും? നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ലക്ഷം പേര് എന്നെ 1,00,000 പേര് അറിയും എന്ന് കരുതുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? എന്നെ 1,00,000 പേര് അറിയും. 1,00,000. 1,00,000 പേര് എന്നെ അറിയും. എത്ര പേരുണ്ട് ഇവിടെ? എന്നെ 1,00,000 പേര് അറിയും. ഒന്ന് അറിഞ്ഞാൽ മതി. ഓക്കെ, ഇങ്ങനെ അതായത് VK അനിൽ എന്ന് പറയുന്ന ഒരാള് ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഇന്ന ട്രെയിനറാണ്, മൈൻഡ് ട്രെയിനറാണ് എന്ന് അത്ര അറിഞ്ഞാൽ മതി, വേറെ ഒന്നും അറിയണ്ട. VK അനിൽ എന്ന് പറയുന്ന ഒരു ട്രെയിനർ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹം ഒരു ട്രെയിനറാണ്. 1,00,000 പേർക്ക് അറിയാം. അതല്ലെങ്കിൽ 5000 പേര് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ സഹദ് KE എന്ന് പറയുന്ന ഒരു ട്രെയിനർ ഉണ്ട്. അദ്ദേഹത്തെ ഒരു 3,00,000 പേർക്ക് ഈ ലോകത്ത് അറിയാം. ഓക്കെ, 1,00,000 ഇല്ല എന്നുള്ള, 1,00,000 ആരും ഇല്ല എന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ ഒരു പക്ഷെ അപ്രോക്സിമേറ്റ് കണക്കൊന്നും ഒരു പക്ഷെ നമ്മളിപ്പോ പറയാൻ പറ്റുന്നില്ലായിരിക്കും. എനിവേ നമുക്കറിയാം ലോകത്ത് ഒരുപാട് ട്രെയിനർമാരുണ്ട് അല്ലെ? ഒരുപാട്. ഇന്ന് പിന്നെ ഞാനൊരു ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടയിൽ പോയ സമയത്ത് അവിടെ കുറെ പിന്നെ കമ്പനികളുണ്ട് കേട്ടോ. കുറെ കമ്പനികളുണ്ട് അവിടെ. LG ഉണ്ട്, അതേപോലെ തന്നെ പാനാസോണിക് ഉണ്ട്, അതേപോലെ തന്നെ വേർപൂൾ ഉണ്ട്, അതേപോലെ തന്നെ വോൾട്ടാസ് ഉണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഡിഫറെന്റ് കമ്പനീസ് ഉണ്ട്. അപ്പോ ഒരു തീരെ അറിയാത്തൊരു കമ്പനി, ഒരു പുതിയ എന്തെങ്കിലും പുതിയൊരു കമ്പനി വന്നു കഴിഞ്ഞാൽ എനിക്ക് അത് പർച്ചേസ് ചെയ്യാൻ എന്തായിരിക്കും? പെട്ടെന്ന് ഞാൻ പർച്ചേസ് ചെയ്യോ? നിങ്ങൾ ആരെങ്കിലും അതിനെ പർച്ചേസ് ചെയ്യോ? അത് എന്തായിരിക്കും? നമുക്കൊരു ഒരു പുതിയ കമ്പനി എന്ന് പറയുമ്പോൾ ഒരു 5000 രൂപ കുറവാണെങ്കിലും ഒന്ന് അറിയുന്ന കമ്പനിയെ എടുക്കുക എന്നുള്ളതായിരിക്കും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അതെ, റിവ്യൂ നമ്മൾ നോക്കും. എന്നിരുന്നാലും നമുക്കൊരു പുതിയ കമ്പനി എന്ന് പറയുന്ന സമയത്ത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കണം, എന്നുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ഒരു ബ്രാൻഡ് ആയിട്ടുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോ ഇവിടെ അവയർനെസ് എന്നുള്ളത് നമ്മളെ എത്ര പേർക്ക് അറിയാം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നോക്കണം. അപ്പോ അതിന് നമ്മൾ സൊല്യൂഷൻസ് കണ്ടെത്തണം. അപ്പൊ ഇതിനെ എങ്ങനെ, നമ്മളെ 1,00,000 പേരെ നമുക്ക് എങ്ങനെ അറിയാം? ഇതൊരു ചോദ്യമാണല്ലോ. 1,00,000 പേരെ എങ്ങനെ നമുക്കറിയാം? അല്ലെങ്കിൽ 3,00,000 പേരെ നമുക്ക് എങ്ങനെ അറിയിക്കാൻ പറ്റും? കാരണം ഈ 3,00,000 പേരെ അറിയിച്ചാൽ അവര് പിന്നെ നമ്മളെ കോഴ്സിലേക്ക് ചേരുന്നു, അല്ലെങ്കിൽ അവര് നമ്മളെ വിളിക്കുന്നല്ല. ജസ്റ്റ് അവർ അറിഞ്ഞാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് അവർക്ക് പോകാൻ പറ്റുള്ളൂ. അവരറിഞ്ഞാൽ മാത്രമേ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് അവർക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവയർനെസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് ഇരുന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കി, എന്നെ എത്ര പേർക്ക് അറിയാൻ പറ്റും? അപ്പൊ നിങ്ങൾ പറയണം, എന്നെ ഒരു 10,000 പേർക്ക് അറിയാൻ പറ്റും. അപ്പൊ ഒരു 10,000 പേര് അറിഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങൾ ഒരു ട്രെയിനിങ്ങിലേക്ക് വിളിച്ചുകൊള്ളണമെന്ന് നിർബന്ധമില്ല. മറിച്ച് എന്താണ്, കുറെ കൂടി വൈഡർ ആയിട്ടുള്ള ഓഡിയൻസിനെ നിങ്ങൾ അറിയിക്കണം. അപ്പോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ, നിങ്ങൾക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇതിൽ പറയുന്ന ഏറെക്കുറെ കാര്യങ്ങളും ഞാൻ എൻ്റെ സ്വന്തത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് അതിൽ നിന്ന് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വെറുതെ എവിടെയെങ്കിലും ബുക്കുകളിൽ നിന്നൊക്കെ വായിച്ചിട്ട് ചെയ്ത് അങ്ങനെ പറയുന്നതല്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളിലും നിങ്ങൾ ഓരോരുത്തരും ഒരുപക്ഷെ നിങ്ങൾ പങ്കാളികളായിട്ടുണ്ടാവും. ഒന്ന്, ഏറ്റവും എളുപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന, ഒരു ട്രെയിനർക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണ് വാട്സപ്പ് ക്ലാസ് എന്നുള്ളൊരു സാധനം. വാട്സപ്പ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. ആ ഗ്രൂപ്പ്
ഏത് നിങ്ങളൊരു നിഷ് മാർക്കറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ആ നിഷ് മാർക്കറ്റ് കണ്ടെത്തിയിട്ടുള്ള ഒരു ഏരിയയിൽ നിങ്ങൾ ആ ഒരു ടോപ്പിക് വെച്ച് ഒരു ഗ്രൂപ്പ് തുടങ്ങുക. അതിന് കുറച്ച് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കുക. അത് വെച്ച് കുറെ ഗ്രൂപ്പുകളിലേക്ക് ഇടുക. കുറെ ആളുകൾ കടന്നു വരും. ഡെയിലി ഒരു വാട്സപ്പ് ക്ലാസ്. നമ്മുടെ ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ, നിങ്ങളൊരു പക്ഷെ നിങ്ങൾ പിന്നെ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ റീൽസ് ആയിട്ടൊക്കെ വരും. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളെ കുറിച്ചോ മറ്റൊന്നല്ല ഞാൻ പറയുന്നത്. ഇന്ന് അദ്ദേഹം എത്തി നിൽക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം സ്റ്റാർട്ടിങ്ങിൽ ഒരു വാട്സപ്പ് ക്ലാസ് ആയിരുന്നു. ഒരു ഗ്രൂപ്പിൽ നിന്ന് തുടങ്ങിയിട്ട് ഏകദേശം 700 ചില്ലാനും ഗ്രൂപ്പുകളിലേക്ക് അദ്ദേഹത്തിന്റെ സെയിൽസ് ടിപ്സുകൾ കിട്ടാൻ വേണ്ടി അദ്ദേഹം പിന്നെ ഒരു ഗ്രൂപ്പിൽ നിന്ന് 700 ചില്ലാനും ഗ്രൂപ്പുകളിലേക്ക് അദ്ദേഹം മാറി എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം ഒരു ട്രെയിനിങ് എടുക്കാൻ പോകുന്നത്. ആദ്യത്തെ ട്രെയിനിങ് എടുക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഇല്ലാതെ വേറൊരാളെയും കൂടി കൂട്ടിയിട്ടാണ് ആദ്യത്തെ ട്രെയിനിങ്ങിന് പോയെന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ട്രെയിനർമാരായതുകൊണ്ട് നമുക്ക് ഇപ്പോഴും ഒരു ചമ്പലാണ് വാട്സപ്പ് ക്ലാസ് എടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് ഒരു വാല്യൂ ഇല്ലാത്ത എന്തോ ഒരു കുറച്ചിലാണ് നമുക്ക് വാട്സപ്പ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോ ഏറ്റവും ഞാൻ വാട്സപ്പ് ക്ലാസ് നടത്തിയപ്പോൾ അതിൽ ജോയിൻ ആയിട്ടുള്ള ഒരു പക്ഷേ ഇവിടെ സജ്ജനയുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ആളുകളൊക്കെ ഒരു പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ ഞാൻ നടത്തിയ വാട്സപ്പ് ക്ലാസ്സിൽ നിന്ന്, ഈവൻ സജ്ജന പോലും വാട്സപ്പ് ക്ലാസ്സിൽ നിന്ന് ആണ് എനിക്ക് സജ്ജന എന്നുള്ള ഒരാളൊക്കെ എന്റെ ഒരു ട്രെയിനിങ്ങിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അത് മറ്റൊരു കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വാട്സപ്പ് ക്ലാസ് ഏറ്റവും സിമ്പിൾ ആണ്. നമുക്ക് ഒരു വാട്സപ്പിന്റെ ഒരു വാട്സപ്പ് തുറന്നിട്ട് ജസ്റ്റ് ഒരു വോയിസ് ഇടുക മാത്രമേ വേണ്ടൂ. പക്ഷെ ആ വോയിസ് ഒരു വാല്യൂ ഉള്ള ഒരു കോണ്ടന്റ് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ഒരു വാട്സപ്പ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ചുരുങ്ങിയ പേരേ ഉണ്ടായുള്ളൂ. എന്നാൽ അത് പിന്നെ വർദ്ധിച്ച് ഏകദേശം അറൌണ്ട് 1000ന്റെ അടുത്ത് വരുന്ന ഒരു പാർട്ടിസിപ്പൻസിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ ദിവസവും കൺസിസ്റ്റൻസി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. തുടങ്ങുക, കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിർത്തുക എന്നുള്ള പോളിസി അവസാനിപ്പിച്ച് ഇപ്പോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ തുടങ്ങിയിട്ട് എന്ത് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട്. അപ്പൊ നമുക്ക് തോന്നും നമ്മൾ ഇതൊക്കെ ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉണ്ടാകുമോ എന്നൊരു ചിന്ത ഉണ്ട്. നമുക്കൊരു ചിന്ത അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ കുറച്ച് പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങോട്ട് ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്റെ ക്ലാസ്സിൽ ആരെങ്കിലും ചേരോ? അത് സത്യം പറഞ്ഞാൽ ശുദ്ധ മണ്ടത്തരമാണ്. അങ്ങനെ നമ്മൾ ഫ്രീ ആയി പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരാളും നമ്മളിലേക്ക് വരാതിരിക്കൂല. നമ്മളിലേക്ക് വരേണ്ട എല്ലാവരും വരും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രീ ആയിട്ട് നമ്മൾ വാട്സപ്പ് ക്ലാസ് കൊടുക്കുക. ആ വാട്സപ്പ് ക്ലാസ് കുറെ ഇങ്ങനെ 1 മണിക്കൂറൊന്നും ക്ലാസ് കൊടുക്കണം. ഒരു 5 മിനിറ്റ്, അതിൽ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം വാട്സപ്പ് ക്ലാസ് ഒന്നും കൂടുതൽ കേൾക്കാനൊക്കെ പ്രയാസമായിരിക്കും. സോ എല്ലാവരും കേൾക്കുന്നതിന് വേണ്ടി ഏറ്റവും ക്രിസ്പി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ്സ് കൊടുക്കുക, ഡെയിലി കൊടുക്കുക. അപ്പോൾ എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, കുറേ ദിവസം അടുപ്പിച്ച് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ദിവസം പനിയൊക്കെ പിടിച്ച് കിടക്കുകയാണെങ്കിൽ അന്ന് ദിവസം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പലപ്പോഴും പലരും വന്ന് ചോദിക്കാറുണ്ട്, സാർ ഇന്ന് രാവിലെ ക്ലാസ് കേട്ടില്ലല്ലോ എന്ന് ചോദിച്ചു വരുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. നിലവിൽ വാട്സപ്പ് ക്ലാസ് കൊടുക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് എന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റും. നിലവിൽ വാട്സപ്പ് ക്ലാസ് കൊടുക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ ഡെയിലി അങ്ങനെ ക്ലാസ് കൊടുക്കുന്ന ഒരു ടീമുണ്ട്. വെറുതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ വോയിസ് ഇടലല്ല, കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ വോയിസ് ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോ ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ആരും ഇല്ല എന്നാണ് തോന്നുന്നത്. ഇല്ലെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട്. ഓക്കെ, അപ്പൊ ഇനി റിയലി ഗുഡ് ഐഡിയ സാർ. ഓക്കെ, ഇനി അഥവാ വാട്സപ്പ് ക്ലാസ് എങ്ങനെ തുടങ്ങും, അതിന് വേണമെങ്കിൽ നമുക്കൊരു വെബിനാർ വെക്കാം കേട്ടോ. കാരണം വെറുതെ വാട്സപ്പ് ക്ലാസ് എടുക്കലല്ല, അതിനൊക്കെ ഒരു ട്രിക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് നമുക്ക് പിന്നീട് പറയാം. പിന്നെ മറ്റൊന്ന്, സൂം ഫ്രീ വെബിനാർ. എന്നെ നേരത്തെ അറിയാത്ത എത്ര പേരുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്യോ. അതായത് എന്നെ നേരത്തെ എന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാതെ ഇന്ന് ആദ്യമായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്റെ ട്രെയിനിങ്ങിലൊന്നും അറ്റൻഡ് ചെയ്യാത്ത എത്ര പേരുണ്ട്? ഓക്കെ, 1 2 3 4 5 1. ഓക്കെ, അവര് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാണാം. ഓക്കെ, സഹദ് കൈ ആദ്യമായിട്ടാണ് കയറുന്നത്. മേഘ എനിക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ അതിനൊരു ഉദാഹരണം വന്നു. എന്താണ്? എന്നെ അറിയാത്ത, എന്നെ കാണാത്ത, എന്റെ ക്ലാസ് കേൾക്കാത്ത ഇത്രയധികം ആളുകൾ പുതുതായിട്ട് ഞാനൊരു ഫ്രീ വെബിനാർ കൊടുത്ത സമയത്ത് എന്നെ അറിഞ്ഞു. അപ്പൊ എന്നെ അറിഞ്ഞില്ല. ഞാൻ നേരത്തെ എന്നെ 1,00,000 പേര് അറിയാമായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു 6 പേര് കൂടുതൽ അറിയുകയാണെങ്കിൽ 1,06,000 പേരായി അല്ലേ? എന്നെ
കുറച്ച് കൂടുതൽ പേര് ഇന്നത്തെ സൂം ഫ്രീ വെബിനാറിലൂടെ അറിഞ്ഞു. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ ഈ വെബിനാർ കാശുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുവോ? എല്ലാം കാശ് കൊടുത്താലേ ഞാൻ കൊടുക്കൂ എന്ന് വിചാരിക്കണ്ട. ഫ്രീ ആയിട്ടും കുറച്ച് നമ്മൾ കൊടുക്കുക. കുറച്ച് എന്ത് ചെയ്യാ, ഫ്രീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാ, കൊടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. മറ്റൊന്ന് വളരെ എളുപ്പമുള്ള സംഭവമാണ്. കുറെ ആളുകള് കുറെ പ്ലാറ്റ്ഫോമുകൾ ഫ്രീ ആയിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ച് തന്നിട്ടുണ്ട്. എന്ത്? യൂട്യൂബ് വീഡിയോസ്, യൂട്യൂബ് ഷോർട്സ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് റീൽസ്. ഒരു പൈസ, ഒരു നയാ പൈസ അങ്ങോട്ട് കൊടുക്കണ്ട. അവരിങ്ങോട്ട് വിളിക്കുകയാണ് നമ്മളെ, ഒന്ന് ചെയ്യൂ, ഒന്ന് ചെയ്യൂ, ഒന്ന് ചെയ്യൂ. നമ്മളെന്താണ്, ഞാൻ റെഡിയല്ല, ഞാൻ ചെയ്യാൻ റെഡിയല്ല, ഒന്ന് റെഡി ആവാനുണ്ട്. എനിക്കൊരു ക്യാമറ മേടിക്കാനുണ്ട്, ഒരു നിക്കോണ്ട് ഇപ്പൊ ഒരു പുതിയ ഒരു 1,00,000-ന്റെ ക്യാമറ വന്നിട്ടുണ്ട്, അത് മേടിച്ചിട്ടേ ഞാൻ എന്ത് ചെയ്യൂ, ഞാൻ വീഡിയോ ചെയ്യൂ. മൈക്ക് എന്റെ കയ്യിൽ ഇപ്പൊ നല്ല മൈക്കില്ല, റോഡിന്റെ ഒരു മൈക്ക് ഉണ്ട്. ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന രണ്ട് പേരിരിക്കുന്നത്, അതിന് 25,000 രൂപയാണ്. അത് കാശായി കഴിഞ്ഞാൽ മേടിക്കും. അത് കഴിഞ്ഞിട്ട് ഭയങ്കര രസമാണ്. അപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ കയ്യിൽ ഒരു പൊട്ടിയ സ്ക്രീനുള്ള ഏതെങ്കിലും മൊബൈൽ ഉണ്ടെങ്കിൽ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ജസ്റ്റ് സ്റ്റാർട്ട് യുവർ വീഡിയോസ്. നിങ്ങളെ നിഷിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളൊരു റീല് ഒരു 10 ലക്ഷം പേര് കാണുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ എന്റെ യൂട്യൂബിലിട്ട് ഏതോ ഒരെണ്ണം 25K അടിച്ചിട്ടുണ്ട്. അതായത് 25,000 പിന്നെ വെറുതെ ഏതോ ഇട്ടപ്പോ 25,000K അടിച്ചു. അപ്പോ 25,000 പേര് കണ്ടില്ലേ? ഞാൻ എന്തെങ്കിലും പൈസ കൊടുത്തോ? ഒരു പൈസയും കൊടുത്തിട്ടില്ല. അപ്പോ ഏതെങ്കിലും ഒരു റീൽ അങ്ങോട്ട് കയറി വൈറലാകും. അതോടുകൂടി നിങ്ങൾ 25K അതിനപ്പുറമൊക്കെ പോയി എന്താണ്, പെട്ടെന്ന് നിങ്ങൾ അവയർനെസ്സിലേക്ക് എത്തും. അപ്പോ പ്രിയപ്പെട്ട കൂട്ടുകാർ, ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ സ്റ്റാർട്ട് ഇറ്റ്. ഇനി നിങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാവരും തുടങ്ങിയിട്ടുണ്ട്. എന്റെ മോൻ വരെ ഇപ്പൊ യൂട്യൂബിൽ പിന്നെ സ്റ്റാർട്ട് ചെയ്തു. എന്റെ മോന് വരെ യൂട്യൂബിൽ പിന്നെ ഇപ്പൊ വീഡിയോ എടുത്തു. അപ്പൊ ഇന്ന് അവനായിട്ട് ഞാൻ പാർക്കിൽ പോയ സമയത്ത് അവൻ ഒരു കാറിൽ കയറുന്നുണ്ട്. അപ്പൊ ഉമ്മച്ചി വീഡിയോ എടുത്തു കൊടുക്കുന്നുണ്ട്, എന്താ യൂട്യൂബിൽ ഇടാനാണ്. അപ്പൊ അവര് വരെ യൂട്യൂബ് ചെയ്തു തുടങ്ങി. നമ്മൾ മാത്രം ഏതോ മറ്റേതിൽ വായിക്കുന്നുണ്ട്, ഏറ്റവും ഒരു ചെറിയ കുട്ടിയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യലി ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. ഒരു ചെറിയ കുട്ടി, ആ കുട്ടി 3 വയസ്സോ 4 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. അപ്പോ നമ്മൾ മാത്രമേ ഇനിയിപ്പോ അതിലേക്ക് പോകാനുള്ളൂ. നമ്മൾ എന്ത് ചെയ്യാ, കുറച്ചുകൂടി ടെക്നിക്കലി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. സോ നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റാനുണ്ട്. അപ്പൊ അതിലേക്ക് വരിക. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ വാട്സപ്പ് ക്ലാസ് പറഞ്ഞു, സൂം ഫ്രീ വെബിനാർ പറഞ്ഞു, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പറഞ്ഞു, അതേപോലെ തന്നെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ, ഫേസ്ബുക്ക് ആഡ് കൊടുക്കുക, അല്ലെ? ആഡ് കൊടുക്കുക. അവിടെ കുറച്ച് പൈസ ഒക്കെ നമ്മളിൽ നിന്ന് പോകും. എന്നാൽ പെട്ടെന്ന് തന്നെ 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം ഒക്കെ പിന്നെ ആളുകൾ പെട്ടെന്ന് തന്നെ എത്താറ്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ആ ഫേസ്ബുക്കിൽ ആഡ് കൊടുക്കുക, നമ്മൾ ആഡ്. അപ്പൊ നമ്മൾ ഇരുന്നിട്ട് ക്ലാസ് കൊടുക്കുന്നതും നമ്മളുടെ ഫോട്ടോയും അതേപോലെ തന്നെ നമ്മളുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസും ഒക്കെ ഇങ്ങനെ ചറപറ ലോകത്തുള്ള കേരള മലയാളീസിന്റെ എല്ലാവരുടെ അടുത്തേക്ക് എത്തും. ഓക്കെ, അപ്പോ അവയർനെസ്സിലേക്ക് വന്നു അല്ലെ? അപ്പോ ഫസ്റ്റ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞു വെച്ചത്? ആരാ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാം. നമ്മൾ ഇതുവരെ 3 പോയിന്റുകൾ പറഞ്ഞു. ഒരാൾക്ക് അവസരമുണ്ട്. ഏതെങ്കിലും ഒരാൾക്കാണ് അവസരമുള്ളത്. ആ ഒരു ആരാണ്? 3 പോയിന്റ് നമ്മളിവിടെ പറഞ്ഞു വെച്ചു. ആരാണ് പറയാ? വാട്സ്ആപ്പ് ക്ലാസ്, ഫ്രീ വെബിനാർ, മാർക്കറ്റിംഗ് ക്യാമ്പയിൻ. ഓക്കെ, നമ്മള് അത് ഓക്കെയാണ്. അത് നമ്മൾ അവയർനെസിന്റെ സൊല്യൂഷൻ ആണ് പറഞ്ഞത്. ടോട്ടലി നമ്മളിപ്പോ 3 പോയിന്റ് പറഞ്ഞു വെച്ചു. അതായത് 5 ടിപ്സ് എന്ന് പറഞ്ഞല്ലോ, അതില് 3 കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ഷീല മോഹൻ പറയൂ. യെസ്. Find your niche. Yes. Second, be a master. Third one, awareness. Okay, good. Thank you, ma'am. സോ ഒന്നാമത്തേത് ഫൈൻഡ് യുവർ നിഷ് മാർക്കറ്റ് ആണ്. പിന്നെ ബി എ മാസ്റ്റർ എന്നുള്ളതാണ്. പിന്നെ അവയർനെസ് ഉള്ളതാണ് പറഞ്ഞത് അല്ലെ? അപ്പൊ അവയർനെസിന്റെ സൊല്യൂഷൻ കൂടി ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിന്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്, വാല്യൂ എന്നുള്ളത്. വാല്യൂ നമ്മളെ കുറെ പേര് അറിയാം. നമ്മളെ കുറിച്ച് കുറെ പേർക്ക് അറിയാം. പക്ഷേ നമ്മളോട് സംസാരിച്ച ആരും പിന്നെ ഒരിക്കലും നമ്മളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതല്ലെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ ട്രെയിനിങ് വിളിച്ചു, പിന്നെ ആ സ്കൂളിലേക്ക് പിന്നെ ഒരിക്കലും എന്നെ വിളിച്ചിട്ടില്ല.
അങ്ങനെ ചില പ്രശ്നങ്ങൾ നമ്മളെ നേരിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്മൾ 3 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഒരു 4ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ആലോചിക്കണം, നമ്മൾ വാല്യൂ കൊടുക്കുന്നുണ്ടോ. നമ്മൾ ചില സമയത്തെ ചില ആളുകളുടെ ഫോൺ നമ്പർ ചോദിച്ചു പഠിക്കും. ചില ആളുകളോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് അവരോട് നിങ്ങൾ നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കൂട്ടോ, എന്തെങ്കിലും എനിക്കൊരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും, അല്ലെ? എല്ലാവരോടും ചോദിക്കാം. നമ്മൾ ഒരു ദിവസം എത്ര ആൾക്കാരെ കാണുന്നുണ്ട്? ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നില്ലേ? എല്ലാവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഫോൺ നമ്പർ മേടിക്കുന്നുണ്ടോ? ഇല്ല. വീണ്ടും അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അവരുടെ ഫോൺ നമ്പർ മേടിക്കുക. കാരണം ആ ഒരു 5 മിനിറ്റ് സംസാരിച്ചതിന്റെ ഇടയിൽ 1 മണിക്കൂർ സംസാരിച്ച വാല്യൂ തന്നിട്ടുണ്ടാകും. അതല്ലെങ്കിൽ ഇദ്ദേഹത്തിൽ എന്തോ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോഴാണ് നമ്മൾ നമ്പർ മേടിക്കുക. സോ അങ്ങനെ നിങ്ങളോട് നമ്പർ മേടിക്കാൻ കൂടുതൽ ആളുകൾ വരണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളെ കയ്യിൽ നിന്ന് ഇന്ന് ആരെങ്കിലും എന്റെ നമ്പർ മേടിച്ച എത്ര ആൾക്കാരോട് ഞാൻ സംസാരിച്ച്, എത്ര അപരിചിതരോട് സംസാരിച്ച്, എത്ര കുട്ടികളെ ഞാൻ കണ്ടു. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ എവിടെയൊക്കെ പോയി, ആരെങ്കിലും എന്റെ നമ്പർ മേടിച്ച, ആരെങ്കിലും എന്റെ പേര് ചോദിച്ച, അല്ലെ? അപ്പോ വാല്യൂ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ഒരു 5 മിനിറ്റ് ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും വാല്യൂ കൊടുക്കുക. അദ്ദേഹത്തിന് ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ആയിരിക്കാം, അദ്ദേഹത്തിന് ഒരു സാന്ത്വനമായിരിക്കാം, അദ്ദേഹത്തിന്റെ കരിയറുമായി ഡെവലപ്പ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ടേണിംഗ് പോയിന്റിലേക്കുള്ള എന്തെങ്കിലും ഒരു ടിപ്പായിരിക്കാം. വെറുതെ എന്തെങ്കിലും സംസാരിച്ചു പോരുന്നതിന് പകരം എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കുക. അദ്ദേഹത്തിന് പിന്നീട് നമ്മളോട് സംസാരിക്കാൻ തോന്നണം. അതാണ് വാല്യൂ കൊടുക്കുക എന്നുള്ളത്. വെറുതെ ഫേസ്ബുക്കിൽ റീൽ ചെയ്തിട്ട് കാര്യമില്ല, മറിച്ച് എന്താണ്, എന്തെങ്കിലും ഒരു വാല്യൂ. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പണ്ടത്തെ പോലല്ല. പണ്ട് ഇപ്പൊ ഒരാളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ വിളിച്ച് അന്വേഷിക്കും, നാട്ടുകാരോട് അന്വേഷിക്കും. ഇപ്പൊ എങ്ങനെയാണ്? ഇപ്പൊ നേരെ കയറി ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ട് പ്രൊഫൈല് ചെക്ക് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ എന്റെ ഒരു ട്രെയിനിങ് കോഴ്സിനെ കുറിച്ച് അന്വേഷിച്ചു, അപ്പൊ ഒരു ട്രെയിനിങ് ഞാൻ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം കയറി നോക്കുന്നത് എന്റെ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ആയിരിക്കും. അതല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലായിരിക്കും. ഇയാൾ ഇവിടെ എന്തുട്ടാണ് ഇവിടെ പറയുന്നതെന്നാണ് അവിടെ പോയി നോക്കുക. അപ്പൊ അവിടെ എന്തെങ്കിലും വാല്യൂ ഉണ്ടാകണം. വാല്യൂ എന്ന് പറഞ്ഞാല് കോഴ്സിന്റെ പ്രൊമോഷൻ അല്ല, നമ്മളെ പ്രൊമോഷൻ അല്ല വാല്യൂ എന്ന് പറയുന്നത്. മറിച്ച് എന്താണ്, ഒരു 5 മിനിറ്റിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരു 10 മിനിറ്റിന്റെ വീഡിയോ കഴിഞ്ഞാൽ, ഒരു 30 സെക്കൻഡ്സിന്റെ ഒരു ഷോർട്ട് കണ്ടു കഴിഞ്ഞാൽ, ഒരു റീല് കണ്ടു കഴിഞ്ഞാൽ, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ആകുന്ന ഒരു കാര്യം കിട്ടുമ്പോഴാണ് അതിനെ വാല്യൂ എന്ന് പറയുന്നത്. അതല്ലാതെ ഞാൻ ഇൻസ്റ്റഗ്രാമിലോ ഇതിലും കയറി എന്നിട്ട് എന്റെ കോഴ്സിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ കുറെ പറയുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അത് ചെയ്യണം. എന്നാൽ അതിനേക്കാൾ കൂടുതലായിട്ട് വാല്യൂ, ആ വാല്യൂ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രീ ആയി കൊടുക്കേണ്ടത്, അല്ലെ? നിങ്ങൾക്കൊരു 100% നോളജ് ഉണ്ടെങ്കിൽ ആ നോളജിൽ ഒരു 25% നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്തോ യൂട്യൂബില്. അങ്ങനെ ആ വാല്യൂ കാണുമ്പോഴാണ് നിങ്ങളുടെ ബാക്കി 75% കിട്ടാൻ വേണ്ടി അവർ വരിക, അല്ലേ? ഇപ്പോ എനിക്ക് ഈ ഒരു വിഷയത്തിൽ നോളജ് ഉണ്ട് എന്ന് നിങ്ങൾ അറിയണമെങ്കിൽ ഞാൻ എന്തെങ്കിലും വാല്യൂ നിങ്ങൾക്ക് തരണ്ടേ? അല്ലാതെ ഞാൻ ഒരു വാല്യൂവും തരാം. ഇപ്പൊ നിങ്ങളെ ഇവിടെ വിളിച്ചിട്ട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് കോഴ്സ് ഉണ്ട്, ആ കോഴ്സിൽ ഞാൻ ഇന്ന ടോപ്പിക്കാണ് പഠിപ്പിക്കുന്നത്, ആ ടോപ്പിക് ഏറ്റവും സൂപ്പർ ആണ്, എന്റെ കൂടെ എന്റെ ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾ ഇവിടെ ഉണ്ട്, അവർ പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ അടിച്ചു കയറ്റാണ്. അതിനേക്കാൾ ഏറ്റവും നല്ലത് ഞാനൊരു വാല്യൂ നിങ്ങൾക്ക് തന്നാ പോരെ. എന്നിട്ട് ഞാൻ പറയാണ് എന്റെ ഒരു ട്രെയിനിങ് ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പോരാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ വാല്യൂ തന്നുവെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ഇന്ന് രാത്രി എന്നെ വിളിക്കും. സോ വാല്യൂ കൊടുക്കുക. അപ്പൊ വാല്യൂ കൊടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു വാല്യൂ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അതാണ് കോണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കോണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മേഖലയിലുള്ള കോണ്ടന്റ് ആളുകൾക്ക് കൊടുക്കുക, അല്ലെ? കോണ്ടന്റ് എഡ്യൂക്കേറ്റിസം, നിങ്ങളുടെ മേഖലയിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് അവർക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുക, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, വാല്യൂ. നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ചില ട്രെയിനർമാരെ കുറിച്ചിട്ട്, ഞാൻ ഇന്ന ട്രെയിനറുടെ സ്ഥിരമായിട്ട് അദ്ദേഹത്തിന്റെ യൂട്യൂബിലെ വീഡിയോസ് കാണും, ഞാൻ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ട്രെയിനിങ്ങിൽ ഞാൻ ചേരും,
ഇപ്പൊ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ എനിക്ക് പോകണം എന്ന് ചിന്തിക്കുക. അങ്ങനെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പല ട്രെയിനർമാരെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ അവർക്ക് പറ്റിയത്? അവര് കോണ്ടന്റ് കൊടുത്തു, ഫ്രീ ആയിട്ട് കൊടുത്തു, വാല്യൂ കൊടുത്തു, അവർക്ക് നോളജ് കൊടുത്തു. അങ്ങനെ നോളജ് കൊടുത്ത സമയത്ത് അവർക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇത്രയും ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഇത്രയുണ്ടെങ്കിൽ പേയ്മെന്റ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് എന്തോരം കിട്ടും എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ വാല്യൂ കൊടുക്കുന്ന ഒരു വിഷയം അവിടേക്ക് കടന്നു വരുന്നത്. സോ എല്ലാവരും വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, ശ്രമിക്കുക. ആൻഡ് ദ നെക്സ്റ്റ് വൺ, വാല്യൂ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആസ്ക് വരും. ആസ്ക് എന്താണ്? ആസ്ക്, എക്സാക്ട്ലി റൈറ്റ് നിയാസ് കണ്ണൂർ. ഓക്കെ, അപ്പോ ആസ്ക് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? അവിടെ നമ്മളെ അന്വേഷിച്ചു വരും. നമ്മൾ വാല്യൂ കൊടുക്കുന്ന സമയത്ത് അല്ല, ഫ്രീ ആയിട്ട് ഇത്രയും, അത് സാറ് പറഞ്ഞ സത്യമാണ്. ഫ്രീ ആയിട്ട് ഇത്രയും കിട്ടുന്നുണ്ടെങ്കിൽ ആ അതെ 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 സോറി സോറി അതെ സോറി 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 ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ വാല്യൂ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളത്, വാല്യൂ കൊടുക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി ആളുകൾ എൻക്വയറി ചെയ്തു വരും. എന്താ സാറിന്റെ പേരെന്തായിരുന്നു? സാർ എവിടെയാ സ്ഥലം? പിന്നെ സാർ ഇപ്പൊ എന്താ ചെയ്യുന്നത്? എവിടെ അക്കാദമി എവിടെയുള്ളത്? ട്രെയിനിങ് എന്നാ തുടങ്ങുന്നത്? എത്രയാ അതിന്റെ ഫീ? എത്രയാണ്? എങ്ങനെയാണ് ചോദിക്കും. എനിക്ക് എപ്പോഴും അതിശയമുള്ളത്, ഞാൻ 12ാമത്തെ ബാച്ച് തുടങ്ങിയ സമയത്ത് എന്റെ പല ബാച്ചുകൾക്ക് മുമ്പ് എൻക്വയറി ചെയ്ത പലരും പിന്നീട് കുറെ ബാച്ചുകൾക്ക് ശേഷമാണ് ജോയിൻ ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും ഈ ബാച്ചിൽ അവർ വന്നില്ലല്ലോ, അവരെ വരുത്തും. അതായിരിക്കണം, അവരെ നമ്മൾ വരുത്തണം. ആ വരുത്താൻ വേണ്ടിയിട്ടുള്ള വാല്യൂ നമ്മൾ കൊടുത്തോണ്ടിരിക്കണം. നമ്മൾ വിചാരിക്കരുത് ഇവർ എൻക്വയറി ചെയ്ത് പോയല്ലേ, ഇവര് വരും. കാരണം അവർക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടാകാം, അതല്ലെങ്കിൽ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ സമയത്തിന്റെ പ്രശ്നം ഉണ്ടായിരിക്കാം. ഏതെങ്കിലും ഒരു സ്കൂൾ നമ്മളെ വിളിച്ചു, പക്ഷെ അവര് നമ്മളെ പിന്നീട് പിന്നെ അന്വേഷിച്ചെങ്കിലും അവരെ പിന്നെ നമ്മൾ അവിടേക്ക് ക്ഷണിച്ചിട്ടില്ല. ക്ഷണിക്കണം, അവര് നമ്മളെ ക്ഷണിക്കണം, അതിലേക്ക് നമ്മളെ എത്തിപ്പിക്കണം. അതാണ് നമ്മുടെ കഴിവ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ 4 സ്റ്റെപ്പുകൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എൻക്വയറി വരൂ. അപ്പൊ ചോദ്യങ്ങൾ വരും. സാറിന്റെ ഒരു 2 മണിക്കൂർ ക്ലാസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് സാറിന്? എത്രയാണ്? 5000 ആണോ? 10,000 ആണോ? ചോദിക്കും. ആ ചോദ്യങ്ങൾ വരണം. ആ ചോദ്യങ്ങൾ, ആ എൻക്വയറി വരുന്നത് നമുക്ക് നേരിടാൻ, ആ എൻക്വയറിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റണം. ആ എൻക്വയറി വന്നാൽ മാത്രം പോരാ, എൻക്വയറിയെ നമുക്ക് സെയിൽസ് ആക്കി മാറ്റണം. ഒരാൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ, ഒരാൾ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, അദ്ദേഹത്തെ കൺവിൻസ് ചെയ്ത് അത് സെയിൽസ് ആക്കി മാറ്റാൻ നമുക്ക് പറ്റണം. അപ്പൊ അവിടെ ഇനി അഥവാ സെയിൽസിലേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ദർ ഈസ് എ പ്രോബ്ലം ഇൻ സെയിൽസ് ടീം. അതല്ലെങ്കിൽ നമ്മൾ തന്നെ, സെയിൽസ് എന്ന് പറയുമ്പോൾ ഒബിയസ്ലി സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ തന്നെ ആയിരിക്കും. അപ്പോ നമ്മൾ എങ്ങനെയാണ് ആ കോഴ്സിനെ പ്രസന്റ്, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രെയിനർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഞാൻ എങ്ങനെ പ്രസന്റ് ചെയ്തു കൊടുക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അദ്ദേഹം ജോയിൻ ചെയ്യുക. എന്നാൽ ഈ കോഴ്സിനെ കുറിച്ച് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ എന്താണ്, അദ്ദേഹത്തിന് ചേരാൻ സാധിക്കില്ല. സോ ഹൗ യു ആർ പ്രസന്റിങ്, ഹൗ യു ആർ ഡീലിംഗ്, ഹൗ യു ആർ ക്ലോസിങ്, അതൊരു എലമെന്റ് ആണ്. അപ്പോൾ ഈ 4 കാറ്റഗറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്താണ്, എൻക്വയറി വരും. എൻക്വയറി വരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ അതിനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ അങ്ങനെ ഡീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ഡീൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒബിയസ്ലി നമുക്ക് എന്താണ്, നന്നായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ ആക്ഷൻ എന്നുള്ളതാണ്. ആക്ട്. 6ാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞിരുന്നു, 5 പോയിന്റ് ആണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. ബോണസ്, ശ്യാം സാർ പറഞ്ഞ പോലെ തന്നെ 2 പോയിന്റ്സ് നമ്മൾ ബോണസ് കൊടുക്കുകയാണ്. സോ അവസാനത്തെ 2 പോയിന്റ് ആണ് നമ്മൾ ബോണസ്. ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചേർന്നു. നമ്മളെന്താണ്, വാല്യൂ ഒക്കെ കൊടുത്ത് നമ്മൾ എന്താണ്, ചേർന്നു. ചേർന്നതിന് ശേഷം എന്താണ് അവസ്ഥ? പരിതാപകരമാണ്, ദാരിദ്ര്യമാണ്. ചേർന്നതിന് ശേഷം നമ്മൾ സാധാരണ പറയില്ല, ചേരുന്നത് വരെ ഇവര് പിന്നാലെ കൂടും, ചേർന്നതിന് ശേഷം പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല.
അപ്പൊ ആ ഒരു രീതി ഉണ്ടാകരുത്. എന്താണോ പ്രതീക്ഷിച്ചത് അതിനേക്കാൾ ഒരു 10% കൂടുതൽ കൊടുക്കാൻ പറ്റും. 10% കുറവ് കൊടുക്കാൻ പറ്റില്ല. ശ്രീജ മാം എന്റെ കോഴ്സിൽ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്യുമ്പോൾ ശ്രീജ മാമിന് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ആ എക്സ്പെക്ടേഷനിലേക്കാൾ 10% ഞാൻ കൂടുതൽ കൊടുക്കണം. ശ്രീജ മാം ചേരുന്നത് വരെ ഞാൻ ശ്രീജ മാമിനെ പിന്തുടർന്നു. ശ്രീജ മാം പേയ്മെന്റ് അടച്ചതിന് ശേഷം പിന്നെ ശ്രീജ മാം വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കുന്നില്ല. ശ്രീജ മാം പിന്നെ ഫോൺ എടുക്കും, വല്ലപ്പോഴും എടുക്കും. ബാക്കിയുള്ള സമയത്തൊക്കെ ഞാൻ ബിസി ആണെന്ന് പറയും. അത് ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഒക്കെ അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് റിപ്ലൈ കൊടുക്കില്ല. അപ്പൊ അങ്ങനെ പറ്റൂല. നല്ല സർവീസ് കൊടുക്കണം. ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വിളിച്ചു. 2 മണിക്കാണ് ക്ലാസ്. നമ്മൾ എത്തിയപ്പോ 2:30 ആയി. പിന്നെ അവര് നമ്മളെ വിളിക്കും. എത്ര നല്ല ക്ലാസ് ആയി കഴിഞ്ഞാൽ അയാൾ ഇനി വിളിക്കണ്ടെന്ന് പറയും. നല്ല ക്ലാസ് ഒക്കെ തന്നെയാണ്, പക്ഷെ ആള് വൈകിട്ടേ വരുള്ളൂ. അതേപോലെ തന്നെ നേരത്തെ പോവുകയും ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന് എന്ത് കൊടുക്കണ്ട, ആളിഞ്ഞ് വിളിക്കണ്ടെന്ന്. അപ്പൊ നല്ല സർവീസ് കൊടുക്കുക, നല്ല സപ്പോർട്ട് കൊടുക്കുക. അപ്പോ എന്ത് പറ്റും, നമ്മളെ ട്രെയിനിങ്ങിന് വിളിച്ചവരും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തവരും എന്താകും, അവര് സംതൃപ്തരാകും, സാറ്റിസ്ഫൈഡ് ആകും. അപ്പോ ഒരു 10% ഒന്ന് കയറ്റി കൊടുക്കുക. അവിടെയും എന്താണ്, അവിടെയും നമ്മൾ പിശുക്ക് കാണിക്കണ്ട. ഈ നോളജ് എന്നുള്ള എൻ്റെ ഒരു അനുഭവത്തില് ഞാനിപ്പോ 12 ബാച്ച് ഞാനിപ്പോ ട്രെയിനർ ചെയ്തു. ഞാൻ 1ാമത്തെ ബാച്ച് എടുക്കുമ്പോഴും 12ാമത്തെ ബാച്ച് എടുക്കുമ്പോഴും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ, ഞാൻ 1ാമത്തെ ബാച്ചിൽ എടുത്ത ഫുൾ സാധനം ഇപ്പൊ ഫ്രീ ആയിട്ട് കൊടുത്താലും കുഴപ്പമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 12ാമത്തെ ബാച്ചിൽ എടുക്കുന്നത് എൻറ്റയർലി ഡിഫറെന്റ് സാധനമാണ്. കാരണം ഇതിന്റെ ഇടയിൽ ഞാൻ റിസർച്ച് നടത്തി കുറെ കൂടി എളുപ്പമുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ പഠിച്ച് എന്താണ്, പുതിയ ബാച്ചുകൾ വരുന്ന സമയത്ത് ഒബ്വിയസ്ലി നിങ്ങൾ തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും, പല ടോപ്പിക്കുകളും ഞാൻ ആഡ് ചെയ്യുന്നു. ആ ടോപ്പിക്കുകളിൽ തന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്യുന്നു. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അറിയാം, ഞാനൊരു 20ാമത്തെ ബാച്ച് എത്തുമ്പോഴേക്കും ചിലപ്പോൾ ഈ 12ാമത്തെ ബാച്ചിലുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ അപ്രസക്തമായിട്ടുണ്ടാകാം. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളെ കയ്യിലുള്ള സാധനം, അങ്ങനെ പേടി ആർക്കും ഉണ്ടാവുക, സെൽഫ് ലേണിംഗ് ഇല്ലാത്തവർക്കാണ് ആ പേടി ഉണ്ടാവുക. സെൽഫ് ലേണിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളെ നോളജിനെ അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കും. ഒരു സാധനം ഒരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ പേടിക്കും. സോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നൊന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ടാവും. സോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. സോ എന്താണ് നമ്മളിവിടെ പറഞ്ഞു വെച്ചാൽ, നല്ല സർവീസ് കൊടുക്കുക, നല്ല സപ്പോർട്ട് കൊടുക്കുക, ഒരു 10% കയറ്റി വെച്ച് കൊടുക്കുക. അങ്ങനെ കയറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ദ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ 10ാം ക്ലാസ്സിന്റെ ക്ലാസ് എടുത്ത സമയത്ത് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൈസ്കൂളിൽ പോയി. 500 കുട്ടികൾക്കാണ് ക്ലാസ് എടുത്തത്. എക്സാം ഫിയറുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ്. അപ്പൊ 500 കുട്ടികൾക്ക് ഒരു ദിവസം ഒരു സെഷൻ 125 കുട്ടികൾക്കാണ്. അപ്പോൾ രാവിലെ 125 കുട്ടികൾ, ഉച്ചക്ക് 125, നെക്സ്റ്റ് ഡേ 125, രാവിലെ പിന്നെ 125, അങ്ങനെ 2 ദിവസം കൊണ്ട് 4 സെഷനായിട്ട് 500 കുട്ടികൾക്ക് എടുത്തു. ആ ക്ലാസ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം മറ്റൊരു സ്കൂളിൽ നിന്ന് ഒരു ഹെഡ് മിസ്റ്റർ എന്നെ വിളിച്ചു. കാരണം ഞാൻ ഈ 4 സെഷൻ എടുത്ത സ്കൂളിലെ പ്രിൻസിപ്പൽ എന്റെ അഡ്വക്കേറ്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ക്ലാസ്സിനെ ആ ഹെഡ് മിസ്ട്രസ് പ്രൊമോട്ട് ചെയ്തു, അവര് മാർക്കറ്റ് ചെയ്തു. എനിക്ക് ഒരു പൈസ ആയില്ല. അവരെന്ത് ചെയ്തു, വേറൊരു ഹെഡ് മിസ്ട്രസിനെ അവര് വിളിച്ചുകൊണ്ടിരിക്കലെ പറഞ്ഞു, എന്ത്, ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ അവിടെ വിളിച്ചു. ഇതാണ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർ നിങ്ങളുടെ ക്ലാസ്സിനെ പ്രൊമോട്ട് ചെയ്യണം. അത് നേരത്തെ പറഞ്ഞ വാല്യൂ കൊടുക്കുമ്പോഴും ആക്ഷനിലേക്ക് വരുന്ന സമയത്ത് 10% കയറ്റി വെച്ച് അവരെ സംതൃപ്തരാക്കുമ്പോഴും മാത്രമേ കിട്ടൂ. അതല്ലാന്നുണ്ടെങ്കിൽ ആര് ചോദിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നേ പറയുള്ളൂ. കുഴപ്പമില്ല എന്നല്ല പറയേണ്ടത്. നിങ്ങളെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരാള് കുഴപ്പമില്ല എന്നല്ല പറയേണ്ടത്. നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട, അതിൽ ജോയിൻ ചെയ്തോ, ഇങ്ങനെ പറയാൻ പറ്റണം. അപ്പോ നിഖിൽ പ്രകാശൻ സാറിന്റെ ഒരു കൂട്ടുകാരൻ നിഖിൽ സാറിനോട് ചോദിക്കുകയാണ്, ആ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുന്ന സമയം നിഖിൽ സാറ് പറയാണ്, ഒന്നും നോക്കണ്ട, ചേർന്നോ.
എന്ന് പറയുന്ന സമയത്തും കുഴപ്പമില്ല എന്ന് പറയും. ഇതിൽ ഏതായിരിക്കും ജോയിൻ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യത? അല്ലെ, ഒന്നും നോക്കണ്ട, കണ്ണും ചിമ്മി പൊയ്ക്കോ എന്ന് പറയുന്നതായിരിക്കും. ഒന്നും നോക്കണ്ട. അതെ നിഖിൽ സാർ. ഓക്കെ, താങ്ക് യു. സോ അഡ്വക്കേറ്റ് അല്ലെ, നിങ്ങളുടെ അഡ്വക്കേറ്റ് ആയിട്ട് നിങ്ങളുടെ ക്ലാസ് കേട്ട ആളുകൾ മാറണം. അപ്പോ അതാണ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്ന് 7 പോയിന്റുകൾ പറഞ്ഞു. നമ്മൾ ഇന്ന് 9 മണിയിലേക്ക് എത്താണ്, 3 മിനിറ്റ് ബാക്കിയുള്ളൂ. സോ നമ്മൾ ഇന്ന് 7 പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ 3 പോയിന്റ് ഓൾറെഡി നേരത്തെ ഒരാൾ പറഞ്ഞു. സോ ബാക്കിയുള്ള ഒരു 4 പോയിന്റ് പറയാൻ ഒരാൾക്ക് അവസരമുണ്ട്. ആരാണ് വരാ? 4, 5, 6, 7 പോയിന്റുകൾ ആരാണ് ഇവിടെ വന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഒരാൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരാൾക്ക് സർ പറയാം. യാ ശ്രീജ മാം. വാല്യൂ, ആസ്ക്, ആക്ട്, അഡ്വക്കേറ്റ്. ഓക്കെ, താങ്ക് യു ശ്രീജ മാം. അപ്പോ നമ്മൾ ഇന്ന് 7 പോയിന്റുകളാണ് നമ്മൾ ഇന്ന് പറഞ്ഞു വെച്ചത്. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 1 അവർ ആണ് ഞാൻ ഇന്ന് പറഞ്ഞത്. 1 അവർ കറക്റ്റ് 2 മിനിറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. സോ ഇനി Q&A സെഷൻ ആണ്, ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, സോ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഓവർ ടു യു. ഓക്കെ, പറഞ്ഞോളൂ. ചോദ്യങ്ങളാകാം, ഫീഡ്ബാക്ക് ആകാം. സാറേ ആക്ഷൻ ഒരു 2 സെന്റൻസിൽ ഒന്നുകൂടെ ഒന്ന് പറയാമോ? ആക്ഷൻ എന്താണ്? ആക്ഷൻ എന്ന് പറയുന്നത് അതായത് ആസ്ക് കഴിഞ്ഞിട്ട് വരുന്നതാണ്. അതായത് ആസ്ക് എന്ന് പറയുന്നത് എൻക്വയറി വരുന്നതാണ്. നമ്മളിലേക്ക് വാല്യൂ കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? ആൾക്കാർ എൻക്വയറി ചെയ്ത സമയത്ത് അവിടെ എന്തായോ നമ്മൾ ആക്ഷനിലേക്ക് വരികയാണ്. ആക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ട്രെയിനിങ് എടുക്കുകയാണ്. അപ്പൊ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ട്രെയിനിങ്ങിനെ എങ്ങനെയാണ് സമീപിക്കുന്നത്? ആ ട്രെയിനിങ് പിന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ട്രെയിനിങ് പിന്നെ അറ്റൻഡ് ചെയ്ത ട്രെയിനീസ് സംതൃപ്തരാണോ എന്നുള്ളതാണ്. അതാണ് ആക്ഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നല്ല സർവീസ് കൊടുക്കുക, നല്ല സപ്പോർട്ട് കൊടുക്കുക, പ്രതീക്ഷിച്ചതിനേക്കാൾ 10% കയറ്റി കൊടുക്കുക. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു അനിൽ സർ. ഹലോ സർ, ഫൈസൽ സാറേ. ഹലോ. പറഞ്ഞു. പിന്നെ സാറിന്റെ ക്ലാസ് ഒരു 5 വർഷം മുമ്പ് കേൾക്കേണ്ടതാണ്. വണ്ടർഫുൾ. കറക്റ്റ് ആയിട്ട് സാറിന്റെ കൂട്ട് ഇത്രയും ഒരു സിൻസിയർ ട്രെയിനറെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. തന്നെയല്ല, വേറൊരു കാര്യമുണ്ട്. ഞാൻ സാറ് പറഞ്ഞ പോയിന്റ് എല്ലാം എനിക്ക് ബാധകമാണ്. കാരണം എന്ന് വെച്ചാൽ പെർഫെക്ഷൻ ആകാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അതുപോലെ പല കാര്യങ്ങളും എല്ലാം കറക്റ്റ് വണ്ടർഫുൾ. ഓക്കെ, താങ്ക് യു സാറേ. പ്ലീസ് ആഡ് മീ ഇൻ യുവർ ഗ്രൂപ്പ്. എനിക്ക് സാറിന്റെ കൂടെ കണ്ടിന്യൂ ചെയ്യണം. താങ്ക് യു അനിൽ സർ. നമ്മളിവിടെ ഒരു ഉദാഹരണം കണ്ടില്ലേ? ഇപ്പൊ ഞാൻ പഠിപ്പിച്ചതിന്റെ ഒരു റിസൾട്ട് ഇവിടെ തന്നെ ഞങ്ങൾ കണ്ടു അല്ലെ? താങ്ക് യു, വണ്ടർഫുൾ. താങ്ക് യു സർ. താങ്ക് യു. ഹലോ സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സഹദ് സർ. സർ, പിന്നെ ഞാൻ എന്റെ സംശയം, അതായത് നമ്മൾ ട്രെയിനിങ് ഫീൽഡിലെ ഫുൾ ടൈം ട്രെയിനിങ് ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് എങ്ങനെയാണ് അതിന്റെ ഔട്ട്കം എങ്ങനെയായിരിക്കും? എത്രമാത്രം നമുക്ക് നമ്മളെ ഇൻകം ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള ഇതില്? ഓക്കെ, അതായത് ആക്ച്വലി നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്കൊരു പ്രൈമറി ഇൻകം, സെക്കൻഡറി ഇൻകം എന്നൊരു സംഭവമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എപ്പോഴും ഒരു വരുമാനം ആവശ്യമാണ്. അപ്പോ ഒരു ഇൻകം എന്ന് പറയുന്നത് ട്രെയിനിങ് ഫീൽഡിൽ നമുക്കറിയാം, ഈ പറഞ്ഞ പ്രോസസ്സിലൂടെ ഒക്കെ പോയി കഴിഞ്ഞാലേ നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഇൻകം എത്തുള്ളൂ. അപ്പൊ അതുവരെ സർവൈവ് ചെയ്യാനുള്ള ഒന്നുകിൽ ഒരു ആസ്തി നമുക്ക് ഉണ്ടാകണം. അതായത് സാമ്പത്തികമായിട്ട് നമ്മളെ വീട്ടിൽ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അതല്ലെങ്കിൽ പ്രൈമറി നമ്മൾ എന്ത് ചെയ്യുക, ഒരു വർക്കിൽ നമ്മൾ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ കൂടെ നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവരിക. അപ്പൊ അവിടെ നമുക്ക് അവയർനെസ്, അതേപോലെ തന്നെ ആദ്യത്തെ നിഷ് നമുക്ക് ചെയ്യാം, അതേപോലെ തന്നെ മാസ്റ്റർ ആകാം, അവയർനെസ് കൊടുക്കാം, വാല്യൂ കൊടുക്കാം. ആക്ഷൻ എന്നുള്ള ഒരു ബട്ടൺ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, പതുക്കെ കൊടുത്തു വരിക. എന്നിട്ട് പിന്നീട് നമ്മൾ അതിൽ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഫുൾ ടൈമിലേക്ക് മാറിയാൽ മതിയാവും. നിലവിലിപ്പോ സാർ പറഞ്ഞ പോലെ നിലവിലിപ്പോ ഒരു ടീച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫുൾ ടൈം ട്രെയിനിങ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ എനിക്ക് എന്റെ കെയർ ഓഫിൽ അറിയാം. പക്ഷെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഫുൾ ടൈം ആയിട്ട് ട്രെയിനിങ് ഫീൽഡിലേക്ക് പോകുന്നത്. അപ്പോ പിന്നെ അവരോട് ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പം അപ്രോക്സിമേറ്റ്ലി 4 to 5 lakh ഒക്കെ എന്താണ് ആവറേജ് പെർ മന്ത്
നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. അത് ഒരാളുടെ എന്താണ് പിന്നെ പ്രസന്റേഷനും അവരുടെ സ്കില്ലൊക്കെ അനുസരിച്ച് ആയിരിക്കും ഡെഫിനറ്റ്ലി വരാം. അപ്പോൾ സാർ ഇപ്പം പറഞ്ഞ പോലെ നമുക്കൊരു ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രൈമറി ഇൻകം ആയിട്ട് വരുന്നത് ഇപ്പൊ ടീച്ചിങ് ഫീൽഡാണ്. അപ്പൊ അത് എത്ര സമയം എടുക്കും ഇതൊരു ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു നമ്മളൊരു എന്താണ് ഒരു ഫുൾ ടൈം ട്രെയിനറായി മാറണമെങ്കിൽ ഒരു അല്ല, ഇതിന് ടൈം നമുക്ക് എക്സാക്ട്ലി നമുക്ക് പറയാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോരുത്തരും ആക്ഷൻ എടുക്കുന്നതിനനുസരിച്ചിട്ടാണ്. അതായത് ഇപ്പൊ സഹദ് സാറ് ഞാൻ പറഞ്ഞ ഈ 4 കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ വിത്തിൻ 6 months ഫുൾ ടൈം ആയിട്ടൊക്കെ മാറാൻ പറ്റും. ഓക്കെ, അതായത് നമ്മൾ ബ്രാൻഡ് അവയർനെസ് കൊടുക്കുന്നു, വാല്യൂ കൊടുക്കുന്നു. പക്ഷെ ഇതൊന്നും ചെയ്യാതെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ 6 months എന്നല്ല 6 years ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താവില്ല, നമുക്ക് എത്താൻ പറ്റില്ല എന്നുള്ളതാണ്. സോ ഇന്നത്തെ കാലത്ത് ഏറ്റവും എളുപ്പമാണ്. ഇപ്പൊ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ഒരു ഉദാഹരണം, അതായത് നിങ്ങൾ ഒരു കോഴ്സ് രൂപപ്പെടുത്തുന്നു. ഒരു കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് 2000 rupees ആണെന്ന് കരുതാം. ഒരു 2000 rupees. അതില് ഒരു മാസം നിങ്ങൾ എടുക്കുന്നത് ഒരു വീക്കിലി ഒരു ക്ലാസ് ആണ്, 1 hour ക്ലാസ് ആണ്, 2000 rupees ആണ്. അപ്പോൾ വീക്കിലി ഒരു ക്ലാസ് ആണെങ്കിൽ അല്ലെങ്കിൽ 5 ദിവസമാണ് കൊടുക്കുന്നത് എങ്കിൽ ഒരു മാസത്തെ ക്ലാസ് ആണെങ്കിൽ ഒരു 20 പേര് ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 40,000 ഇൻ എ മന്ത്. അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ആകെ 5 ദിവസം 1 മണിക്കൂറാണ്. ഓക്കെ, 1 മണിക്കൂർ മാത്രമാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. യു വിൽ ഗെറ്റ് 40,000 എന്നുള്ളതാണ്. അപ്പോൾ ഈ 2000 എന്നുള്ളത് നിങ്ങൾ വെക്കുന്നതാണ്. അതായത് ഈ ട്രെയിനിങ്ങിൽ MRP എന്നുള്ളത് ഓരോരുത്തരും വെക്കുന്ന ഒരു കണക്കാണ്. അപ്പോൾ ഇതിനെ പിന്നീട് അവിടെ അങ്ങനെ തന്നെ ഇരിക്കില്ല. ആ കോഴ്സിനെ നമ്മൾ ബ്രാൻഡ് ചെയ്യണം, നമ്മൾ ബ്രാൻഡ് ചെയ്യണം, വാല്യൂ നമ്മൾ കൊടുക്കണം. നേരത്തെ പറഞ്ഞ അഡ്വക്കേറ്റ് ആയിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. മാറുന്ന സമയത്ത് യു വിൽ ഇൻക്രീസ് ദ പ്രൈസ് ഓഫ് ദ കോഴ്സ്. നിങ്ങൾ ഒരു 3 കോഴ്സ് കഴിയുന്ന സമയത്ത് എന്താണ്, യു വിൽ ഫിക്സ് അറ്റ് 5,000. അപ്പൊ എന്തായി, 20 കുട്ടികൾ 5,000 ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയായി? ഇറ്റ്സ് റീച്ചിങ് ടു 1 lakh അല്ലേ? ഹലോ സാർ. അപ്പൊ ഇത് ഒരൊറ്റ മിനിറ്റ്. അപ്പോ ഇതേ രൂപത്തിലാണ് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പൊ സഹദ് സാർ ഏകദേശം ക്ലിയർ ആയില്ലേ? ഇനി എന്തെങ്കിലും സംശയം ഓക്കെ, ഇനി എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ട് ഫൈനപ്പ് ചെയ്യാം സാർ. അതായത് അതായത് നമ്മള് പിന്നെ ആക്ച്വലി നമ്മൾ ഇപ്പൊ എന്താണ് അറ്റ് പ്രസന്റ് മൂവ്മെന്റ് ഒരു എന്താണ് ഫുൾ ഓവർലോഡാണ്, ഇൻഫർമേഷൻ ഓവർലോഡ് ആയിട്ടുള്ള ഒരു ഇറയാണല്ലോ. അപ്പം യൂട്യൂബ് ആയാലും ശരി, മറ്റ് എന്താണ് ChatGPT, AI ഇതൊക്കെ വന്നുകൊണ്ട് കണ്ടന്റ് എന്നുള്ള കണ്ടന്റ് ഡെലിവറിക്ക് നമുക്ക് സത്യത്തിൽ എന്താണ് എല്ലാം നമുക്ക് ഇൻഫർമേഷൻ നമ്മളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം എത്രമാത്രം ഒരു വെല്ലുവിളിയാണ് ആസ് എ ട്രെയിനർ എന്നുള്ള രീതിയിൽ എന്താണ് എല്ലാവർക്കും എന്താണ് എല്ലാ കാര്യങ്ങളും അറിയാം, എല്ലാ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അടിപൊളി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്റെ നമ്പർ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇൻ കേസ് എന്തെങ്കിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചോട്ടെ. ഞാൻ ഇന്ന് സാറിന്റെ ക്ലാസ്സിലേക്ക് ആദ്യമായി അറ്റൻഡ് ചെയ്ത ഒരാളാണ്. പറഞ്ഞോ സാർ. പറഞ്ഞോ സാർ. എന്താന്ന് പറഞ്ഞാല് എനിക്ക് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ട്രെയിനർ ആവണമെന്ന് വളരെ മുന്നേ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോ സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട് ഒന്ന്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് എന്റെ മേഖല എന്താണെന്നുള്ള ഒരു സാർ ഇപ്പൊ ക്ലാസ് എടുത്തതിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ മനോഭാവമാണ് എല്ലാം തീരുമാനിക്കുന്നുണ്ടാവും. ആ ഒരു ഇതില് എന്താ പറയുക, അത് കൊണ്ടുപോകാന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് വളരെ ഇതായിട്ടുണ്ട്. ഇപ്പൊ സാറിന്റെ കോഴ്സിൽ ചേരാനും ഞാൻ കണ്ണൂരിൽ നിന്ന് സംസാരിക്കും. എന്റെ പേര് നൗഫൽ എന്നാണ്. വളരെയധികം നന്നായിട്ടുണ്ട് സാറിന്റെ ക്ലാസ്. താങ്ക് യു സോ മച്ച് നൗഫൽ സാർ. നൗഫൽ സാർ തീർച്ചയായിട്ടും നമ്മള് സഹദ് സാറിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോ നൗഫൽ സാറ് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഒരു കൃത്യമായിട്ടുള്ള റൂട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരാൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പോൾ അവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കുറെ കൂടി എളുപ്പത്തിൽ നമുക്ക് അവിടെ എത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്പർ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ ബന്ധപ്പെടാം. അപ്പൊ സഹദ് സാർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒരുപക്ഷെ കൂടുതൽ ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു സാധനം. അപ്പോ ഈ കോണ്ടന്റ് എന്നുള്ളത് നിറഞ്ഞു നിൽക്കുകയാണ്. എന്ത് സാധനം വേണമെങ്കിലും കോണ്ടന്റ് ഉണ്ട്. പക്ഷെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാരും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അറിവില്ലാത്ത ആരുമില്ല അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എത്ര അറിവുണ്ട്. രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യണമെന്ന് അറിയാത്ത ആരുമില്ല. എന്നാൽ നേരത്തെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യുന്ന ആരുണ്ട്? അവിടെയാണ് ഒരു ഫിറ്റ്നസ് ട്രെയിനറുടെ ഉത്തരവാദിത്തം.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ആക്ഷനിലേക്ക്, ഇപ്പൊ ഞാൻ നല്ല മടിയനാണെന്ന് കരുതാം, എനിക്കെല്ലാം അറിയാം, ഞാന് മറ്റേ ഈ ഹെൽത്തിന്റെ ക്ലാസ് എടുക്കാൻ പോകുന്ന ആളാണ്, പക്ഷെ എന്താണ്, ഞാൻ രാവിലെ എന്താണ് എഴുന്നേൽക്കൂല, ഞാൻ കടന്നുറങ്ങലാണ്, ഉറക്കം, രാവിലെ ഒന്നും എഴുന്നേറ്റ് പോല, എന്റെ ശരീരം ശ്രദ്ധിക്കൂല. അപ്പൊ ഇവിടെയാണ് ഒരു ഫിറ്റ്നസ് ട്രെയിനറുടെ ഉത്തരവാദിത്വം. അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹം എന്നെ ക്ലാസ്സിൽ ചേർത്തിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ആക്ഷൻ എടുപ്പിക്കും. നിങ്ങൾക്ക് ട്രെയിനർ ആകണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ സോഴ്സ് ഉണ്ട് യൂട്യൂബില്, നിങ്ങൾ അടിച്ചോ ട്രെയിൻ ദ ട്രെയിനർ, ഇഷ്ടം പോലെ കോഴ്സുകളുണ്ട്, ഉടുമി പോയിക്കോ, എവിടെ എല്ലായിടത്തും പോയിക്കോ, ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല, നിങ്ങൾ പോയി പഠിക്കുന്നില്ല, അതല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള റൂട്ടിലൂടെ നിങ്ങൾ ചെയ്യാൻ സന്നദ്ധമല്ല. അങ്ങനെയുള്ള സമയത്താണ് ഒരു ട്രെയിനർ നിങ്ങളെ വിളിക്കുന്നു, നിങ്ങളെ കോഴ്സിൽ ചേർത്തുന്നു, ആ കോഴ്സിൽ പേയ്മെന്റ് മേടിച്ചിട്ട് പോയിക്കോളാനല്ല പറയേണ്ടത്, മറിച്ച് എന്താണ്, യു ഹാവ് ടു മോട്ടിവേറ്റ് ദം. എന്താണ് മോട്ടിവേഷൻ എന്ന് പറയുന്ന സമയത്ത് തന്നെ അതിന്റെ ഉദാഹരണം, മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ചലിപ്പിക്കുക എന്നുള്ളതാണ്. മോട്ടിവേഷൻ ഫുൾ മോട്ടിവേഷൻ അല്ല കേട്ടോ, ട്രെയിനിങ് എന്ന് പറയുന്നത് ഫുൾ മോട്ടിവേഷൻ അല്ല, അത് എപ്പോഴും മനസ്സിലാക്കുക. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ട്രെയിനിങ്ങിലും ഒരു ചെറിയ എലമെന്റ് മാത്രമാണ് മോട്ടിവേഷൻ. അപ്പൊ മോട്ടിവേറ്റ് ചെയ്ത് അദ്ദേഹത്തെ ഒന്ന് ചലിപ്പിക്കുന്നു, പിന്നെ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഡിസിപ്ലിൻ പഠിപ്പിച്ച് അദ്ദേഹത്തെ അതിലേക്ക് എത്തിക്കുകയാണ്. അവിടെയാണ് ഒരു ട്രെയിനറുടെ ഉത്തരവാദിത്തം. അത് ChatGPT ചെയ്യാൻ പറ്റില്ല, ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ചെയ്യാൻ ഇപ്പൊ പറ്റില്ല. ഒരുപക്ഷെ വരുന്ന കാലത്ത്, ഒരുപക്ഷെ റോബോട്ടിക്സ് ഒക്കെ വരുന്ന സമയത്ത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്നത്തെ കാലത്ത് സ്റ്റിൽ വർത്ത് ആണ്. പക്ഷെ ഇമോഷണലി അല്ലെ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് പേഴ്സണൽ മെന്ററിങ് കൊടുക്കും, പേഴ്സണൽ കോച്ചിങ് കൊടുക്കും. ഓരോരുത്തർക്കും ആവശ്യമായ അവരുടെ ഇമോഷനിൽ നിന്നുകൊണ്ട് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതൊരു കാലത്തും ഒരു പക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പറ്റാത്തൊരു കാര്യമാണ്. സോ ഇമോഷണൽ സപ്പോർട്ട്, ഒരാളുടെ ഒരു കൈ പിടിച്ചിട്ട്, ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഈ രണ്ട് കൈ ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോഴുള്ള ഒരു സാന്ത്വനം ഉണ്ടല്ലോ, അത് റോബോട്ടിക്സിന് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു സഹദ് സർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് എനി മോർ? സാറിന്റെ സ്ഥലം എവിടെയാ? സാർ ഞാൻ തൃശ്ശൂരാണ്, തൃശ്ശൂർ ചന്ദ്രാപിന്നി, കയ്പമംഗലം ഒക്കെ കേട്ടിട്ടുണ്ടോ സാർ? അറിയാം സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. സോ എനി മോർ ക്വസ്റ്റ്യൻസ്? ബെൻസിൽ സാറേ, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഒരു 1/2 മിനിറ്റ് വരാമോ? ഓ ഷുവർ, എടുത്തോളൂ. സാറേ, ഞാൻ ഏതാണ്ട് ഒരു 3000 ട്രെയിനിങ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. 3000 അല്ല, അത് കൂടുതലൊക്കെ ഉണ്ട്, കാരണം ഈ ലോക്ക്ഡൌൺ തൊട്ട്. പക്ഷെ ഞാൻ വേറെ കാര്യമുണ്ട്, ഇപ്പോഴും എനിക്ക് ഇതിന്റെ ആ ഒരു കറക്റ്റ് പോയിന്റ്, ആ റൂട്ട് പിടിക്കും. ഓക്കെ, ഞാനിങ്ങനെ പെർഫെക്ഷനിസ്റ്റ് ആയിട്ട് നോക്കിയിരിക്കുകയായിരുന്നു. ഓക്കെ, താങ്ക് യു സർ. സോ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു നമ്മുടെ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. സോ നമ്മുടെ ട്രെയിൻ ദ ട്രെയിനറെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. അടുത്ത May 5th സാറ്റർഡേ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ് നമ്മൾ കൊടുക്കുന്നത്, ഒരെണ്ണം പോലും ഫിസിക്കൽ ഇല്ല. അത് ഞാൻ അഭിമാനത്തോടുകൂടിയാണ് പറയുന്നത്, കാരണം എന്ന് വെച്ചാൽ ഓൺലൈനിൽ കൂടെ തന്നെ എനിക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡന്റ് ഉള്ളത് കൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. സോ നമ്മൾ കവറപ്പ് ചെയ്യുന്ന മൊഡ്യൂളുകൾ എത്രയാണ്? ഇത് മിനിമം ആണ് കേട്ടോ, 15 ക്ലാസ്സസ് എന്ന് പറയുന്നത് മിനിമം ആണ്. ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ കൊടുക്കും. അത് ഞാനിവിടെ പറയുന്നില്ല, കാരണം അങ്ങനെ പറഞ്ഞിട്ട് ലൈഫ് ടൈം സപ്പോർട്ട് നമ്മൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യണ്ട, ആരെയും കിട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ ലൈഫ് ടൈം സപ്പോർട്ട് ഒന്നും ഒരു മനുഷ്യനും കൊടുക്കാൻ പറ്റൂല. സോ പറ്റാവുന്നതല്ലേ നമ്മൾ പറയേണ്ട ആവശ്യമുള്ളൂ, എന്നിട്ട് നമുക്ക് എക്സ്ട്രാ കൊടുക്കാം. അപ്പൊ ആ രീതിയിലാണ് 15 ക്ലാസ് ആണ് നമ്മൾ കൊടുക്കുക, വീക്ക്ലി 3 ക്ലാസ് ആണ്. സോ നെക്സ്റ്റ് ബാച്ചിന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ട്യൂസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ 3 ക്ലാസ്സസ്, 8:30 to 9:30. 9:30 എന്നുള്ളത് ചില സമയത്ത് 10 o'clock ഒക്കെ വരെ പോകും. സോ ഈ രൂപത്തിലാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുക. നിങ്ങൾ ക്ലാസ് കഴിയുമ്പോഴേക്കും ഒരു സൂപ്പർ ട്രെയിനർ ആവും. ആ ഒരു ട്രെയിനിങ്ങിൽ അറിയേണ്ട എല്ലാ കാര്യങ്ങളും, ട്രെയിനിങ്ങിൽ നിങ്ങൾ എന്തൊക്കെയാണോ അറിയേണ്ടത് അതിനെക്കുറിച്ചെല്ലാം ഞാൻ പഠിപ്പിച്ചു തരും. ഇനി എന്തെങ്കിലും ക്ലാസ് കഴിഞ്ഞിട്ട് സാർ എനിക്ക് അത് പഠിപ്പിച്ചു തന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ പഠിപ്പിച്ചു തരും. എനിക്ക് അറിയുന്നതാണെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ അത് പഠിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ ഒരു രൂപത്തിലാണ് നമ്മൾ പോകുന്നത്. സോ ഇതാണ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്.
സോ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതേപോലെ തന്നെ എൻ്റെ നമ്പർ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്യാം, മെസ്സേജ് ചെയ്യാം, എന്തായാലും കുഴപ്പമില്ല. സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുന്നു. സോ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? Okay, thank you very much, sir. Okay, thank you so much. Bye everyone. Thank you, sir. Thank you, sir. Thank you, sir. Good night, sir. Good night.